അപ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ കഴിഞ്ഞാൽ അടുത്ത എന്താണ്? ഒരാൾ രക്ഷിക്കപ്പെട്ടു, സഭയുടെ അകത്ത് വന്നു, വേർപെട്ടു, മറ്റ് സഭകളിൽ നിന്ന് മതങ്ങളിൽ നിന്നെല്ലാം പോയി അകത്ത് വന്നു കഴിഞ്ഞാൽ അടുത്ത പടി എന്ന് പറയുന്നത് എന്താണ്? അഞ്ചാമത്തേത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചർച്ച് ലൈഫിൻ്റെ ബിഗിനിങ് ആണ്. അവിടെയാണ് നമ്മൾ ചർച്ച് ലൈഫ് ആരംഭിക്കുന്നത്. നമ്മൾ വേർപെട്ടു സഭയായി ചർച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത പടി എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക എന്നുള്ളതാണ്. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം എവിടെ കിട്ടും എന്നുള്ളതൊരു ചോദ്യം. നമ്മൾ സാധാരണ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് സഭയിൽ വന്ന് പാസ്റ്റർമാരുടെ പ്രസംഗങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. ഞാൻ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്നോട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം ചർച്ചിലേക്ക് വന്നു കഴിഞ്ഞു, അകത്ത് വന്നു കഴിയുമ്പോൾ പിന്നെ പാസ്റ്റർമാരുടെ തുടർച്ചയായിട്ടുള്ള പ്രസംഗങ്ങളാണ്. പക്ഷേ നമ്മുടെ പാസ്റ്റർമാരുടെ ഒരു പ്രത്യേകത, ഇവിടുത്തെ പാസ്റ്റർമാരെല്ലാം പറഞ്ഞു പൊതുവായി പാസ്റ്റർമാരുടെ ഒരു പ്രത്യേകത, ഇന്ന് ഉൽപ്പത്തി നിന്നാണെങ്കിൽ നാളെ വെളിപ്പാട് നിന്നായിരിക്കും, നാളെ വഴി സങ്കീർത്തനം നിന്നായിരിക്കും, അതിനപ്പുറത്തുനിന്ന് ദാനിയേലിൻ്റെ ആയിരിക്കും, പിന്നെ മത്തായിയുടെ ആയിരിക്കും. ഇതെന്താ പഠിപ്പിച്ചതെന്ന് ഒരു വർഷം കഴിയുമ്പോൾ ഒരു പിടിയും കിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചിൽ കുറേ നാളായിട്ട് തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ അവർ എന്തൊക്കെയാണ് പ്രസംഗിക്കുന്നത് ഇങ്ങനെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും. ഒരൊറ്റ വിഷയം, ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യ ദിവസം, നിങ്ങളുടെ കഷ്ടത ഇന്ന് മാറാൻ പോകുന്നു, നിങ്ങളെ ബാധിച്ചിരിക്കുന്ന അന്ധകാര ശക്തികളിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു, ഇന്ന് നീങ്ങുന്നു എന്നാണ് പറയുന്നത്. പിറ്റേ ദിവസം അത് തന്നെ പറയുന്നത്, അതിൻ്റെ അടുത്ത ദിവസം അത് തന്നെ പറയുന്നത്, 21-ാം ദിവസം അത് തന്നെ പറയുന്നത്. അപ്പോൾ ആദ്യം നടന്നോ 10-ാം ദിവസം നടന്നോ 21 ദിവസം കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നത്. പിന്നെയും ജനം അടുത്ത ഞായറാഴ്ച കൂടി വരുമ്പോഴും ഈ അന്ധകാര ശക്തി അവിടെ തന്നെ ഉണ്ട്, പിന്നെയും ശാസിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരിക്കൽ പോയാൽ പിന്നെ ശാസിക്കേണ്ട കാര്യമില്ലല്ലോ. എന്ത് പറയും നിങ്ങൾ? ഇന്ന് നിങ്ങൾക്ക് വിടുതലാണ്, ഈ സമയത്ത് വിടുതലാണ്, അപ്പോൾ പിന്നെ നാളെ ഇത് പറയുന്നതിന്? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചർച്ചകളിൽ ആകെ ഒരൊറ്റ പ്രസംഗമേ ഉള്ളൂ. പല 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 ഭാഗങ്ങളെടുത്ത്, അത് ഉൽപ്പത്തിയിൽ നിന്നെടുത്തും വെളിപ്പാടിൽ നിന്നെടുത്താലും സുവിശേഷത്തിൽ നിന്നെടുത്താലും ഒറ്റ കാര്യമുള്ളൂ: നിങ്ങളുടെ രോഗം മാറും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറും, നിങ്ങളുടെ പോരാട്ടങ്ങൾ മാറും, നിങ്ങളുടെ തടഞ്ഞിരിക്കുന്ന വിസ വെളിയിൽ വരും. ഒറ്റ ഉപദേശം ജീവിതകാലം മുഴുവൻ കേട്ടാൽ ഇവർക്ക് ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് മനസ്സിലാവുമോ? എന്താ ക്രിസ്തീയ വിശ്വാസം എന്ന് മനസ്സിലാവുമോ? അവരാകെ നോക്കുന്നത് ഒരു പാസ്റ്ററിലേക്കായിരിക്കും. കാരണം എന്താ? ആകെ അവർക്ക് വേണ്ടത് പ്രാർത്ഥിച്ച് കാര്യം സാധിക്കണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ പ്രാർത്ഥിക്കാൻ നല്ല പവറുള്ളൊരു പാസ്റ്റർ ഉണ്ടെങ്കിൽ അവർക്ക് അത് മതി. പാസ്റ്ററെ പ്രാർത്ഥിച്ച് ഞങ്ങൾ പൈസ ഇട്ടേക്കാം. അപ്പോൾ പാസ്റ്റർ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു തരിക. ഇത് തന്നെയാണ് ഹിന്ദുയിസത്തിലുള്ളത്, ഇത് തന്നെയാണ് ലോകത്തുള്ള വേളാങ്കണ്ണിയിൽ പോകുന്നവരും ചെയ്യുന്നത്. അവരെല്ലാം ചെയ്യുന്നത് അവിടെ പൈസ കൊടുത്ത് കാര്യങ്ങൾ സാധിക്കാമെന്നാണ്. അപ്പോൾ റിലീജിയൻ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ, എല്ലാ പോപ്പുലർ റിലീജിയൻ അത്രേ ഉള്ളൂ. വിടുതൽ വേണം, വിടുതൽ, അല്ലേ? ഞാനൊരു കഥ പറയാം. ഈ കഥ നിങ്ങൾക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഈ വിടുതലൊന്നും ആർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ വിടുതൽ ഇന്ന് വിടുതൽ, ഇപ്പോൾ വിടുതൽ എന്ന് പറയുന്ന ചർച്ചിനകത്തേക്ക് എന്നിട്ട് നിങ്ങൾ അവിടെ ഈ വിടുതൽ ഏറ്റെടുത്ത, കരഞ്ഞ് നിലവിളിച്ച് വൈബ്രേഷനോട് വിടുതൽ ഏറ്റെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊരു 6 മാസം കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളൊരു സർവേ എടുത്ത് നോക്കിയേ. അപ്പുറത്തെ നാട്ടുകാർക്ക് സംഭവിച്ചത് മാത്രമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ചിലർക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവും, ചിലർക്ക് പോയിട്ടുണ്ടാവും. ഇവിടെ ചിലർക്ക് രോഗം വന്നിട്ടുണ്ടാവും, ചിലർക്ക് പോയിട്ടുണ്ടാവും. ഇതെല്ലാം നടക്കുമായിരുന്നെങ്കിൽ ഈ ക്രിസ്ത്യാനികളായിരുന്നേനെ ഇവിടെ എല്ലാ അഡ്മിഷൻസും വാങ്ങിക്കുന്നത്, എല്ലാ ജോലിയും വാങ്ങിക്കുന്നത്, ഇവിടെ എല്ലാ ബിസിനസ്സും രക്ഷപ്പെടുന്ന ആരുടെ ആയിരിക്കണമായിരുന്നു? പക്ഷെ നമ്മൾ നോക്കുമ്പം ഏറ്റവും ബിസിനസ് മോശമായിട്ട് കിടക്കുന്നതും കഷ്ടപ്പെടുന്നതും ഏറ്റവും പൈസ ഉണ്ടാക്കുന്ന ക്രിസ്ത്യാനികളാണോ ബാംഗ്ലൂരിൽ? ബാംഗ്ലൂരിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന മുതലാളിമാർ ക്രിസ്ത്യാനികളാണോ? എവിടെ? അവർക്ക് കർത്താവ് ആരാന്ന് പോലും അറിയാൻ മേല. അപ്പോൾ ഈ ശാസിക്കുന്നതും ജയമെടുക്കുന്നതൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? ഈ പാസ്റ്റർമാർ വലുതാവുന്നതേ ഉള്ളൂ. പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ, നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി തിയോളജി വെച്ച് പൈസ ഉണ്ടാക്കണമെങ്കിൽ അത് പ്രസംഗിക്കുന്ന ആളാകണം, അല്ല അത് ഒരു തരത്തിലൊന്നും ഉണ്ടാവില്ല. അതെങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം പൈസ കൊണ്ട് അയാൾക്ക് കൊടുക്കുന്നുണ്ട്, അയാൾ വലിയ ആളാവും, അയാൾ തിരിച്ച് നിങ്ങൾക്ക് തരാത്തതുകൊണ്ട് നിങ്ങൾ നന്നാവത്തുമില്ല. ഇത്രയുള്ള അതിനകത്തെ പരിപാടി. ഈ ഒരു ടെക്നോളജിയാണ് ഇന്ന് മുഴുവൻ. അപ്പം നമുക്ക് ഇട്ടിട്ട് പോകാനും പറ്റില്ല. നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റാത്തതിന് കാരണം ഇത് പോയാൽ ഉള്ളതും കൂടെ പോകുമോ, അഭിഷിക്തൻ്റെ ശാപം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഇതിനെ പേടിക്കുന്നത്. ചെറിയ ആൾക്കാർക്ക് അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അപ്പോസ്തലിക ഉപദേശം ഒരിക്കലും ഈ പെന്തക്കോസ്ത് ചർച്ചുകളിലേക്ക് ഇറങ്ങാത്തതിൻ്റെ കാരണം ഈ അഭിഷിക്തന്മാരും മധ്യസ്ഥന്മാരും കയറി ഇത് അവരുടെ സ്വന്തം കുത്തകയാക്കി മാറ്റുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് അപ്പോസ്തലിക ഉപദേശം എന്ന് പറയുന്നത്? നമ്മൾ ശരിക്കും അപ്പോസ്തലന്മാരെന്ത് പഠിപ്പിച്ചു, അപ്പോസ്തലന്മാരെന്ത് ഉപദേശമാണ് നമ്മളെ പഠിപ്പിച്ചത്? അതായത്
സഭയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ നേസൻ്റ് സ്റ്റേജിൽ ഒരു കുഞ്ഞു ചർച്ച്, ഒരു ബേബി ചർച്ച് ഉണ്ടായി വീഴുകയാണ് അപ്പോസ്തല പ്രവർത്തികളിൽ. ഉടനെ റോമയിലുള്ള സഭയ്ക്ക് പൗലോസ് ഒരു കത്ത് എഴുതുകയാണ്, കൊരിന്തിലെ സഭയ്ക്ക് പൗലോസ് ഒരു കത്ത് എഴുതുകയാണ്, തെസ്സലോനിക്കയിലൊരു സഭയുണ്ട് അതിനൊരു കത്ത് എഴുതുകയാണ്, പത്രോസ് കുറേ ആൾക്കാർക്ക് കത്ത് എഴുതുക. ഈ അപ്പോസ്തലന്മാർ എഴുതുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? അവരുടെ വിസ തടയൽ മാറാൻ വേണ്ടിയാണോ? ആണോ? അവർക്ക് ജോലി കിട്ടാൻ വേണ്ടി, സമ്പത്തുണ്ടാൻ വേണ്ടി, ബിസിനസ് വർദ്ധിക്കാൻ വേണ്ടിയാണോ? അല്ല, ക്രിസ്തുവിൽ ഓരോരുത്തരെയും തികഞ്ഞവരായി നിർത്താൻ വേണ്ടിയാ അല്ലേ? അതിനു വേണ്ടിയല്ലേ? അപ്പോൾ ഈ അപ്പോസ്തലിക ലേഖനങ്ങൾ എന്ന് പറയുന്ന ദൈവാത്മാവ് അപ്പോസ്തലന്മാർക്ക് നൽകിയത് എന്തിനു വേണ്ടിയാ? ഓരോ സഭയിലും അടിസ്ഥാനമായി ഇട്ട് അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം അപ്പോസ്തലിക ലേഖനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സഭ പണിയപ്പെടുന്നത്. അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിലാണ് സഭ പണിയപ്പെടുന്നത്. ഈ പ്രവാചകന്മാരെന്ന് പറയുന്നത് നമുക്ക് സഭയ്ക്കകത്തുള്ള പ്രവാചകന്മാരുണ്ട്, പക്ഷേ അടിസ്ഥാന പ്രവാചകന്മാർ അവരല്ല. അടിസ്ഥാന പ്രവാചകന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്ന മുഴുവൻ എന്തായിരുന്നു അറിയോ? പഴയ നിയമ പ്രവചനങ്ങളുടെ നിവൃത്തി. അപ്പോൾ അവരുടെ ഫൗണ്ടേഷൻ ഏതായിരുന്നു ശരിക്കും? അന്ന് പ്രവാചകന്മാർ പറഞ്ഞവൻ ഇവൻ തന്നെ. പ്രവാചകന്മാരെന്ത് പറഞ്ഞു അതിനെയാണ് അപ്പോസ്തലന്മാർ വ്യാഖ്യാനിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പോൾ ബേസിക്കലി ആ ഒരു ഫൗണ്ടേഷണൽ പ്രോഫറ്റ്സ് എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ പ്രോഫറ്റ്സ് ആണ്. നമ്മുടെ സഭകൾക്കകത്തുള്ള പ്രോഫറ്റ്സ് നമുക്ക് ആത്മീക വർധനയ്ക്കായി നൽകപ്പെടുന്നവരാണ്. അവർ ഫൗണ്ടേഷൻസ് പഠിപ്പിക്കാൻ പറ്റില്ല. അവർ ഫൗണ്ടേഷൻസ് അല്ല, ആണോ? ഇല്ല. കാരണം അവരല്ല നമുക്ക് അടിസ്ഥാനം ഇടുന്ന ഈ വേദപുസ്തകമാണ്. ഈ വേദപുസ്തകത്തിനകത്ത് എന്തൊക്കെയുള്ളത്? പ്രോഫറ്റ്സ് ആൻഡ് അപ്പോസിൽസ്. അതാണ് ഈ വേദപുസ്തകം മൊത്തമാണ് നമ്മുടെ ഫൗണ്ടേഷൻസ്. അപ്പം അപ്പോസ്തലന്മാർ എന്താ ചെയ്യുന്നത്? ഈ പ്രവാചകന്മാർ ക്രിസ്തുവിനെക്കുറിച്ച് മുൻചൊന്ന വാക്യങ്ങൾ. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സംശയം ഉണ്ടായി എന്ന് എനിക്കറിയാം, നിങ്ങൾ പത്രോസിൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കുക, സ്തെഫാനോസിൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കുക. എല്ലാം പ്രവാചകന്മാരുടെ അടിസ്ഥാനങ്ങളാണ് അവർ ഇടുന്നത്. വീണ്ടും ഈ പ്രവാചകന്മാർ പ്രവചിച്ച് പറഞ്ഞു 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് പറഞ്ഞത്, മലാക്കി പറഞ്ഞത്, ഈ പല പ്രവാചകന്മാർ പറഞ്ഞ വാക്യങ്ങളാണ് ഈ അപ്പോസ്തലന്മാർ വ്യാഖ്യാനിച്ച് നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് തരുന്നത്. അപ്പോൾ പ്രോഫറ്റ്സ് ആൻഡ് അപ്പോസിൽസ് ആൻഡ് പ്രോഫറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫറ്റ്സ് ത്രൂ ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ അപ്പോസിൽസ്. അപ്പോസ്തലന്മാർ നമുക്ക് പറഞ്ഞു തന്ന ആ പ്രൊഫറ്റിക് ഓറക്കിൾസിൻ്റെ ഫൗണ്ടേഷനാണ്. അതുകൊണ്ടാണ് കൊളോസ്യ ലേഖനത്തിലൊക്കെ പറയുന്നത് ഇത് പൂർവ്വകാലങ്ങളിൽ മറിഞ്ഞു കിടന്ന ഒരു മർമ്മം, പൂർവ്വകാലങ്ങളിൽ മറിഞ്ഞു കിടന്ന ഒരു മർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇവർക്ക് വെളിപ്പെട്ടു, അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടു. പ്രവാചകന്മാർക്ക് അത് ഭാഗമായി അത് ഒരു നിഴലായി കണ്ടു, അവരത് നിഴലായി പ്രവചിച്ചു. അപ്പോസ്തലന്മാർ ആ നിഴലിനെ വ്യാഖ്യാനിച്ചു. നിങ്ങൾ ഒരു ആനയെ കണ്ടിട്ടില്ലാതെ നിഴൽ കണ്ടു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഇതെന്താണ്, മുറമാണോ ചൂലാണോ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അപ്പോസ്തലന്മാർ പൊരുൾ കണ്ട ശേഷം ഈ പ്രവാചനങ്ങൾ വായിച്ചിട്ട് പറഞ്ഞു ഇത് മുറമല്ല, ഇതൊരു ആനയാണ്, ആനയുടെ ചെവിയാണ് എന്ന് അപ്പോസ്തലന്മാർക്കേ പറയാൻ പറ്റുമായിരുന്നുള്ളൂ. അതിനെയാണ് ഈ വേദപുസ്തകത്തിൻ്റെ വചനങ്ങളുടെ വിഭജനം എന്ന് പറയുന്നത്. ഈ പല ആൾക്കാരും പറയുന്നുണ്ട് വിഭജിച്ച് പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ആൻഡ് ടീച്ച് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പഴയ നിയമം എങ്ങനെയാണോ അപ്പോസ്തലന്മാർ വിഭജിച്ചത്, അതായത് എന്താണോ പ്രൊഫറ്റിക്, എന്താണോ ഹിസ്റ്റോറിക്കൽ, അങ്ങനെ വിഭജിച്ചാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. ആ പഠിപ്പിക്കലാണ് വിഭജിച്ച് പഠിപ്പിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ എന്താണ്? അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ ഇത് റോമാലേഖനം മുതൽ തുടങ്ങുന്ന യൂദായുടെ ലേഖനം വരെ പോകുന്ന ഒരു വ്യവസ്ഥാപിതമായ പഠിപ്പിക്കലാണ്. ഇത് പഠിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ മൈൻഡ് വെച്ചല്ല പഠിക്കേണ്ടത്. ആത്മാവ് എന്ത് എഴുതി തന്നോ അതാണ് നമ്മൾ പഠിക്കേണ്ടത്, വാക്യം പ്രതി വാക്യമായിട്ട്. അതായത് ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞല്ലോ, ശാസ്ത്രത്തെ ഉപേക്ഷിച്ചാണ് ഞാൻ വേദപുസ്തകത്തിലേക്ക് വന്നത്. കാരണം വേദപുസ്തകം കുറച്ചുകൂടെ സോളിഡ് ട്രൂത്തായിട്ട് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്, മനുഷ്യൻ പരിമിതികളുള്ളവനാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോഴും വചനത്തിനാണ് ബുദ്ധി. നമുക്ക് ബുദ്ധിയില്ല, നമ്മൾ പരിമിതികളുള്ളവരാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനം നമ്മുടെ ബുദ്ധി അപ്ലൈ ചെയ്യാതെ വചനം എങ്ങനെയാണോ നമ്മളോട് സംസാരിക്കുന്നത് അതുപോലെ ഹമ്പിളായി മുട്ടുകുത്തി നിന്ന് ഭക്തിയോടെ, നിങ്ങളിപ്പോൾ മുട്ടുകുത്താൻ പോകണ്ട, ഞാൻ പറഞ്ഞ മനസ്സുകൊണ്ട് ആ വിധേയത്വത്തോടെ പഠിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് പ്രധാനപ്പെട്ട അപ്പോസ്റ്റലിക് ഡോക്ട്രിൻസിലേക്ക് വരാം. നമുക്ക് 4 ദിവസമാണ് ഈ പഠനമുള്ളത് ഇന്നു മുതൽ. അതുകൊണ്ട് തന്നെ വളരെയധികം സമയം നമുക്ക് കളയുവാനുണ്ടാവില്ലാത്തതുകൊണ്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഈ റോമാലേഖനത്തിലൂടെ തുടങ്ങി. നമ്മുടെ അപ്പോസ്തലിക ഉപദേശത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ റോമാലേഖനമാകുന്നുള്ളൂ. പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട ചില ലേഖനങ്ങൾ എന്ന് പറയുന്നത് റോമാലേഖനം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്ന ടേണിംഗ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് റോമാലേഖനം, എഫേസ്യ ലേഖനം, കൊളോസി ലേഖനം, എബ്രായ ലേഖനം. ഈ 4 ലേഖനങ്ങളാണ് അപ്പോസ്റ്റലിക് ഡോക്ടറിനെ മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്ന കാതലായ ലേഖനങ്ങൾ. പിന്നെ യോഹന്നാൻ്റെ ലേഖനം. ഓക്കെ, ഇതെല്ലാം മേജർ ഡോക്ട്രിൻസ് നമുക്ക് തരുന്ന, അതായത് പ്രധാനപ്പെട്ട ഉപദേശ രൂപങ്ങൾ നമുക്ക് തരുന്ന ലേഖനങ്ങളാണ്. ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോഴേക്കും ബാക്കി ലേഖനങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും, പഴയ നിയമം കൂടുതൽ മനസ്സിലാവും. എല്ലാവരും ഇത് വളരെ ശ്രദ്ധയോടെ ഇത് പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഇപ്പോൾ നിങ്ങൾ ഇവിടെ വെച്ച് കേട്ട് തീരുന്ന മാത്രമല്ല, നിങ്ങൾ അതിനായിട്ട് ടൈം വിനിയോഗിക്കുകയും വേണമെന്ന് ഞാൻ
ആഗ്രഹിക്കുന്നു. കാരണം ഇനി മുമ്പോട്ടായാലും ഒരു സഭ അടിസ്ഥാനമിട്ട് പണിയണമെങ്കിൽ ഇളകിപ്പോകാത്ത, നഷ്ടപ്പെട്ടു പോകാത്ത ഫലങ്ങൾ ഒരു സഭയിൽ ഉണ്ടാകണമെങ്കിൽ അവർ ഈ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓരോ കാറ്റിനാൽ ഓരോരുത്തർ പോയിക്കൊണ്ടേയിരിക്കും. ഓരോ കാറ്റടിക്കുന്നതനുസരിച്ച് ആളുകൾ ഇങ്ങനെ ഓരോ വഴിക്ക് പോയിക്കൊണ്ടിരിക്കും, ഉപദേശ രൂപത്തിൽ സ്ഥിരമായില്ല എങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് റോമാലേഖനത്തിലേക്ക് പ്രവേശിക്കാം. സാധാരണഗതി റോമാലേഖന പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു പശ്ചാത്തലം, ഡേറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. എനിക്കത് ഒട്ടും ഇഷ്ടമില്ല. കാരണം ഞാൻ വിചാരിക്കുന്നത് കർത്താവിൻ്റെ വചനം അന്നും ഇന്നും ഒക്കെ ഒരുപോലെ സംസാരിക്കുമെന്നാണ്. ഇപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെയായിരുന്നു പശ്ചാത്തലം എന്നൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. കാരണം ഇത് 21-ാം നൂറ്റാണ്ടിൽ 2023 പൗലോസ് അപ്പുറത്തിരുന്ന് എഴുതുകയാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഓക്കെ, കൂടുതലൊന്നും അതിനെക്കുറിച്ച് വിചാരിക്കാനില്ല. ഇപ്പം നമുക്ക് അങ്ങനെ പൗലോസ് എഴുതി തരുമായിരുന്നു എന്തായിരിക്കും പ്രധാനമായിട്ട് എഴുതി തരുന്നത്? ഇത് തന്നെയാണ് ഇപ്പോൾ വായിക്കുമ്പോഴത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കും, മനസ്സിലാക്കി. 1-ാം നൂറ്റാണ്ടിൽ അതേ ഭാഷ മതി പുതിയ നിയമത്തിൽ എല്ലാ വാക്യങ്ങൾക്കും. അത് 1-ാം നൂറ്റാണ്ടിൽ അവരെഴുതിയെന്ന് ചിന്തിക്കാതെ തന്നെ നമ്മൾ ഇന്ന് നമ്മളോട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മാറ്റമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യൂണിവേഴ്സലാണ്, ടൈമിനപ്പുറത്തുള്ളതാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. ഇത് അത്ഭുതകരമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ആ ഒരു കൺസിസ്റ്റൻസി ഓവർ ടൈം. സമയം മുമ്പോട്ട് പോകുന്തോറും ഇത് ഇറലവൻ്റായി വരുന്നില്ല. മതങ്ങളെല്ലാം അങ്ങനെയാണ്. മതങ്ങൾ കുറേ കഴിയുമ്പോൾ അത് ഇറലവൻ്റ് ആവും, അപ്രസക്തമാവും. പക്ഷേ ഇത് ഓരോ ദിവസം ചെല്ലുന്തോറും അത് അതുപോലെ തന്നെ അന്ന് ആ ജനങ്ങളോട് എങ്ങനെ സംസാരിച്ചോ അതേ ഇൻറ്റൻസിറ്റിയോടെ, അതേ കൺവിക്ഷനോടെ ഇന്നും നമ്മോട് സംസാരിക്കുന്നു. നമുക്ക് റോമാലേഖനത്തിലെ ചില പ്രധാനപ്പെട്ട തോട്ട് പ്രോസസ്സിലൂടെ കടന്നു പോകാം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് റോമാലേഖനം 1 മുതൽ 3 വരെയുള്ള 3-18 വരെയുള്ള ഭാഗങ്ങളാണ് ഇന്ന് കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു മുന്നറിയിപ്പ് തരാം. ഇന്ന് വലിയ സന്തോഷത്തോടെ വീട്ടിൽ പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അതിൽ വേദനിപ്പിക്കുന്ന കാര്യം. നിങ്ങൾ തുള്ളിച്ചാടി വീട്ടിലോട്ട് പോകാവുന്ന ഭാഗങ്ങളല്ല ഇന്ന് നമ്മൾ കാണുന്നത്. അതിൻ്റെ കാരണം ഈ 1, 2, 3 അധ്യായങ്ങൾ നമ്മളോട് മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ചും ദൈവത്തിന് പാപത്തോടുള്ള ക്രോധത്തെക്കുറിച്ചും മനുഷ്യൻ രക്ഷപ്പെടാൻ പറ്റാത്തൊരു കുഴിയിൽ എങ്ങനെ കിടക്കുന്നു എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. ഇത് കേട്ടിട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് പോകാൻ പറ്റത്തില്ല. എന്നാൽ നാളെ ആവുമ്പോഴാണ്, ആ 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം എന്താണ് ചെയ്തതെന്ന് മനസ്സിലാകുന്നത്. പക്ഷെ അങ്ങനെ ഒരാശ്വാസവുമില്ലാതെ നിങ്ങളെ വിടാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് അതും എന്താണ് എന്ന് സൂചിപ്പിച്ച് പോകാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നത്, എങ്ങനെയാണ് മനുഷ്യർ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നത് എന്നുള്ള വിഷയമാണ് ഇന്ന് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം ഞാൻ വായിക്കാം. നിങ്ങൾ വാക്യങ്ങൾ വായിക്കണ്ട, ഞാൻ വായിച്ചോളാം. 19-ാം വാക്യം ഇങ്ങനെയാണ്: ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. ഈ അവരെന്ന് പറയുന്ന ആരാണ്? ലോകത്തുള്ള സകല മനുഷ്യരുമാണ്. ലോകത്തുള്ള സകല മനുഷ്യർക്കും ചില കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് മാത്രമല്ല, ബൈബിൾ കയ്യിലില്ലാത്ത സാധാരണ ലോക മനുഷ്യർക്കും ദൈവം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 18-ാം വാക്യം പറയുന്നത് ദൈവത്തിൻ്റെ കോപത്തെക്കുറിച്ചായിരുന്നു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് പെട്ടെന്ന് ദൈവം അവൻ്റെ കോപം കാണിക്കുമ്പം ഈ മനുഷ്യർക്ക് പെട്ടെന്ന് പറയാം, അയ്യോ ഞങ്ങൾക്കൊന്നും അറിയാൻ മേലായിരുന്നു, അയ്യോ നീ ഉണ്ടായിരുന്നു എന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, ഈ കോപമായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്, എന്ത് പണിയാണ് കർത്താവ് കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടിയാണ് പറയുന്നത്. ലോകത്തിലുള്ള സകലരോടും കർത്താവ് വ്യക്തമായി സംസാരിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ ബേസിസിലാണ് ദൈവത്തിന് കോപം, മനുഷ്യരോടുള്ള കോപം. അടുത്ത വാക്യം പറയുന്നത് ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അപ്പൊ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത, ലോകത്തുള്ള സകല മനുഷ്യർക്കും വെളിപ്പെടുത്തി കൊടുത്ത ചില കാര്യങ്ങളുണ്ട്. എന്താണ്? 20-ാം വാക്യം: അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ. എന്തൊക്കെയാണ് വെളിപ്പെടുത്തിയത്? 2 കാര്യങ്ങൾ: അവന്റെ നിത്യശക്തിയും അവന്റെ ദിവ്യത്വവും. എന്താണ് ദൈവത്തിന്റെ നിത്യശക്തി എന്ന് പറയുന്നത്? ദൈവം ശക്തനാണ് എന്നുള്ള വെളിപ്പാടാണത്. ഗോഡ് ഈസ് പവർഫുൾ. എല്ലാ മതങ്ങളിലും അതുണ്ട് അല്ലേ? ദൈവം ആരാന്നുള്ളിടത്താണ് ആർക്കും ഒന്നും അറിയാത്തത്. ദൈവം ആരാണെന്ന് അവർക്ക് വെളിപ്പെട്ടില്ലെങ്കിലും അവർക്ക് ഒരു കാര്യം ദൈവത്തെക്കുറിച്ച് സകലർക്കും അറിയാം: ദൈവം ആരാണ്? ശക്തനാണ് അല്ലേ? ശരിയാണോ? എല്ലാ മതം, നിങ്ങൾ ഏത് മതത്തിലുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവരെന്ത് പറയും? ദൈവം ആരാന്ന് അവർക്ക് അറിയത്തില്ലായിരിക്കും. ഇനി ദൈവം ഇല്ല എന്ന് പറയുന്നവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് എന്താ? ഒരു ശക്തി ഉണ്ട് ബ്രദറെ. കേട്ടിട്ടുണ്ടോ അത്? എല്ലാത്തിനും നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ട്. അതൊരു റെവലേഷനായിട്ട് എല്ലാവരുടെ ഉള്ളിലുണ്ട്. ദൈവം ആരാണെന്ന് അറിയാൻ വയ്യാത്തവരും ദൈവം ഉണ്ടോ എന്ന് പോലും അറിയാൻ വയ്യാത്തവർക്ക് പോലും ദൈവം ശക്തനാണ് എന്നുള്ള റെവലേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും മതങ്ങളുള്ളത്.
ഈ മതങ്ങളുടെ എല്ലാ അടിസ്ഥാനം ഇതാണ്. ഏത് മതം എടുത്താലും അതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം ശക്തി ഇല്ലാത്തൊരു പാവം ദൈവമല്ല, നമ്മുടെ വിഘ്നങ്ങൾ മാറ്റാനും നമ്മുടെ ബിസിനസ്സിൽ അഭിവൃദ്ധിപ്പെടുത്താനും നമ്മുടെ ഇഷ്ടങ്ങൾ സാധിച്ചു തരാനും അഭീഷ്ടസിദ്ധി അല്ലേ, എങ്ങനെയല്ലേ മറ്റു മതക്കാർ പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം സാധിച്ചു തരാനും കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നിങ്ങൾ പ്രസാദിപ്പിച്ചാൽ, സന്തോഷിപ്പിച്ചാൽ ദൈവം നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം തരും. ഇതാണ് മതത്തിൻ്റെ അടിസ്ഥാനം. അപ്പം ശക്തനായൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ നിങ്ങൾ പ്രസാദിപ്പിച്ചാൽ നിങ്ങൾക്കെല്ലാം കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കിട്ടും. എവിടെയെങ്കിലും പരിചയമുണ്ടോ? ഇത് കേട്ട് പരിചയമുണ്ടോ? ഓക്കെ. ഇനി രണ്ടാമത്, ദൈവം ശക്തനായ ദൈവമാണെന്നുള്ളതിനോട് കൂടെ ദൈവത്തിന് ഒരു ദിവ്യ സ്വഭാവവുമുണ്ട്. അതായത് ഗോഡ് ഹാസ് എ ഡിവൈൻ നേച്ചർ. നമുക്കറിയാം, ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ഒരു മോറൽ കോൺഷ്യൻസ് ഉണ്ട്, സന്മാർഗ ബോധം. ഞങ്ങൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ളൊരു ബോധം ലോകത്തുള്ള സകല മനുഷ്യർക്കുണ്ട്. അത് എവിടെ നിന്ന് വന്നതാണ്? മോഷ്ടിക്കുന്നത് പാപമാണെന്ന്, തെറ്റാണെന്ന് വിശ്വാസികൾക്ക് മാത്രമല്ല, ബൈബിൾ കയ്യിലുള്ളവർക്ക് മാത്രമല്ല, ലോകത്തിലുള്ള സകല മനുഷ്യർക്കും അറിയാം മോഷ്ടിക്കരുത്, ഇല്ലേ? മോഷ്ടിക്കുന്നവരുണ്ട്, പക്ഷെ അവരുടെ മനസാക്ഷി അവരോട് പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, മോഷ്ടിക്കരുത്. ആ നിയമം അവർക്ക് ഓൾറെഡി ഉണ്ട്. അത് ദൈവത്തിൻ്റെ ദിവ്യത്വത്തിൻ്റെ റെവലേഷനാണ്, വെളിപ്പാടാണ്. അതായത് അതൊരു മനസാക്ഷിയായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. ഈ നിയമങ്ങളായി ലഭിച്ച ഇസ്രായേൽ മക്കളുണ്ട്. അതുപോലെ മനസാക്ഷിയിൽ ഇത് വെളിപ്പാടായി ലഭിച്ച സാധാരണ മനുഷ്യരുണ്ട്, ഇല്ലേ? ശരിയാണോ? കള്ളു കുടിക്കരുതെന്നുള്ള റെവലേഷൻ ബൈബിളുള്ളവർക്കാണോ കിട്ടിയേക്കുന്നത്, അതോ വെളിയിലുള്ളവർക്കാണോ? എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം എന്ന് പറയുന്നത്, ദൈവം അനീതി വെറുക്കുന്നു എന്നുള്ളത് എല്ലാ മതങ്ങളിലുള്ളൊരു തത്വമാണ്. ശരിയാണോ? ഇത് രണ്ടും മനസ്സിലാക്കാൻ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല? ബൈബിളിൻ്റെ ആവശ്യമില്ല. ദൈവമുണ്ടെന്നും ദൈവം ശക്തനാണെന്നും അവൻ കാര്യം സാധിച്ചു തരുന്നവനാണെന്നും മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ അവൻ തല്ല് തരുമെന്നും മര്യാദയ്ക്ക് ജീവിച്ചാൽ അവൻ സന്തോഷിക്കുമെന്നുമുള്ള വിശ്വാസം എല്ലാ മതങ്ങളിലും ഉണ്ട്. സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമാണ് ഇന്ന് പെന്തക്കോസ്തിൽ കേൾക്കാനുള്ളതും, വേറൊന്നുമില്ല. ഇതോടെ തീർന്നു. ഈ റോമാലേഖനം 1:21 ഒന്നും നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിലും നമുക്ക് ചർച്ചിൽ വരാം, ആരാധിക്കാം, പ്രാർത്ഥിക്കാം, വിടുതലെടുക്കാം, പോകാം, മര്യാദയ്ക്ക് ജീവിക്കാം. വേറെ എന്താ നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്? പ്രാർത്ഥിക്കുക, വിടുതലെടുക്കുക, അനുഗ്രഹങ്ങൾ പ്രാപിക്കുക, മര്യാദയ്ക്ക് ജീവിക്കുക, ഇത്രയും പോരെ? വേറെ എന്തെങ്കിലും വേണം? തീർന്നു. അപ്പോൾ നമുക്ക് എവിടെ നിർത്താം? പഠിത്തം എവിടെ നിർത്താം? റോമാലേഖനം 1:20-21 കൂടി നമുക്ക് നിർത്താം. എന്നിട്ട് പറയാം, ഇത് മതി ജീവിക്കാൻ. നിങ്ങൾ വിശ്വസ്തരായിരുന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇതെല്ലാം ഈ വാക്യത്തിനകത്ത് നമുക്ക് എടുക്കാം. ദശാംശം കൊടുത്താൽ നിങ്ങൾക്കത് 10 ഇരട്ടി 100 ഇരട്ടിയായി വരും. കാരണം ഈ ഡേറ്റിയെ പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവൻ നമ്മളെ അനുഗ്രഹിക്കും. പിന്നെ നമ്മൾ ഇവിടെ പറയുന്നൊരു കാര്യം ആരാധിക്കുമ്പോൾ വിടുതൽ എന്നാണ്. ഈ ആരാധിക്കുമ്പോൾ വിടുതൽ എന്ന് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ദൈവത്തെ അങ്ങ് പ്രസാദിപ്പിക്കും. ആരാധിച്ച് ട്രാൻസിലെത്തണം, എന്നാലേ ദൈവത്തിന് പ്രസാദം വരുള്ളൂ. ട്രാൻസ് എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ? നമ്മുടെ കൺട്രോൾ പോകണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ ഒരു സന്തോഷം വരുന്നത്. ഇവൻ്റെ കൺട്രോൾ പോയി, അവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ദൈവത്തെ ഒന്ന് പ്രസാദിപ്പിച്ച് കാര്യങ്ങൾ സാധിച്ചെടുക്കണം. നമ്മൾ ഈ ട്രാൻസിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം നടന്നു എന്ന് തോന്നും. കാരണം നമ്മൾ ഒരു ഉന്മാദാവസ്ഥയിലേക്ക് കയറുകയാണ്. ഡ്രം അടിച്ച് എന്തോ ഒരു ഉണർവ് വന്നു, എന്തോ ഒരു വിടുതൽ വന്ന് നമുക്ക് തോന്നുന്നു. ബൈബിളിൽ ഇങ്ങനെ പൗലോസും പത്രോസും ഡ്രം അടിച്ച് തുള്ളുന്ന ആലോചിക്കുക. യേശു കർത്താവ് ഒരു സൈഡിലും ശിഷ്യന്മാരുടെ മറു സൈഡിൽ നിന്നിട്ട് ഡ്രം അടിച്ചിട്ട് കൺട്രോൾ പോയിട്ട് ആലോചിക്കുക, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നത്. ഈ അന്യഭാഷ പറയാൻ നമുക്ക് ഈ ട്രാൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അന്യഭാഷ ആത്മാവിന് ഉച്ചരിക്കാൻ കൊടുക്കുന്നത് ആണോ അല്ലയോ? ഓക്കെ. അപ്പോൾ ഈ ഒരു അത് മാത്രം ഇന്ന്. അപ്പം സഭയ്ക്കുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡാണ്. ഞാനൊരു ചർച്ച ചെന്നപ്പം അവരോട് പറഞ്ഞ പാസ്റ്റർ ഇന്ന് വന്നാൽ നന്നായി. ഞാൻ എന്താ, ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഒറ്റ പ്രസംഗം പ്രസംഗിക്കുന്നു. എന്താ, ഇന്ന് നിന്റെ വിടുതലാണ് ആണ് പ്രസംഗം. അത് ഏത് പാസേജ് വായിച്ചാലും അവിടെ കൊണ്ട് എത്തിയാൽ ആൾക്കാർക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടാവുള്ളൂ. അവസാനം നിന്റെ വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്ന അതാ വൈബ്രേഷൻ പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാരെല്ലാം കൂടെ അങ്ങ് എക്സ്റ്റസി ലിഫ്റ്റഡ് ആവും. അപ്പൊ കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്ക് കാര്യങ്ങൾ നടക്കണം. അതിനു വേണ്ടിയുള്ള, അപ്പൊ എവിടം വരെ ഉള്ളൂ?
റോമാലേഖനം 1:21 ശേഷം പെന്തക്കോസ്തുകാർ തുറന്നു നോക്കാറില്ല. അതിന്റെ കാരണം അവിടം കൊണ്ട് തീർന്നത്. പിന്നെ ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവം ദിവ്യ സ്വഭാവം ഉള്ളവനാണെന്ന് അറിയാവുന്നതുകൊണ്ട്, ദൈവം ദിവ്യ സ്വഭാവം ഉള്ളവനാണെന്ന് അറിയാവുന്നുണ്ടല്ലേ, അറിയില്ലേ ദൈവം ഭയങ്കര നീതിമാനാണെന്ന്. നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മുടെ മനസാക്ഷി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, നീ പോക്ക, നിന്നെയും കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ശരിയല്ലേ? അങ്ങനെ പറയുന്നില്ല? ചില ആൾക്കാർക്ക് അങ്ങനെ പറയല്ല കേട്ടോ. അതുകൊണ്ട് മനസാക്ഷിയിൽ ചൂട് തട്ട് എന്താ പറയുക, കഠിനമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും വലിയ നീതിമാനാണെന്ന് തോന്നുള്ളൂ. അപ്പൊ എല്ലാ മതങ്ങളിലും ഈ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഡയറക്റ്റ് കയറി ചെല്ലാൻ പറ്റില്ല, അടി കിട്ടും. അതുകൊണ്ട് അവിടെ എല്ലാം പുരോഹിതന്മാരും മധ്യസ്ഥന്മാരും വെച്ച് മാത്രമേ നമുക്ക് എങ്ങോട്ട് ചെല്ലാൻ പറ്റുള്ളൂ, ഈ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. കാത്തലിക്സിനാണെങ്കിൽ ഈ ഗ്ലാസ് കൂടിനകത്ത് ഒത്തിരി ആൾക്കാർ ഇരിപ്പുണ്ടാവും. ഇപ്പൊ ഗ്ലാസ് കൂടൊന്നും വേണം നിർബന്ധമില്ല, പള്ളിയൊക്കെ നല്ല ക്ലീൻ ആയതുകൊണ്ട് ഗ്ലാസ് കൂടി ഇല്ലെങ്കിലും പൊടിയൊന്നും തട്ടാതിരുന്നോളൂ. അപ്പൊ അവിടെ പോയി പൈസ ഇട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പുണ്യാളനോട് പറയുന്നു, പുണ്യാള എൻ്റെ കാര്യം സാധിച്ചു തരണേ. അപ്പൊ നമ്മൾ ഡയറക്റ്റായിട്ട് പ്രാർത്ഥിച്ചാൽ കിട്ടാത്ത കാര്യങ്ങൾ പുണ്യാളം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം, ഈ വിശ്വാസം ശരിയാണോ? ആണോ അല്ലയോ? ഉറപ്പാണല്ലോ. അതെന്തുകൊണ്ടാ? ആകാശത്തിന് കീഴിൽ ദൈവത്തിന് മനുഷ്യരുടെ ഇടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. ഉറപ്പാണല്ലോ, മാറ്റി പറയരുത്. എല്ലാവരും സമ്മതിച്ചല്ലോ? നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യം നടക്കുന്നില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ പാസ്റ്ററോട് പോയി പറയുന്നു, പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പം കാര്യം നടക്കുന്നു. അപ്പോൾ ആരാത്? പാസ്റ്റർ ആരായിരുന്നു? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നില്ല? അപ്പം ഞാൻ കർത്താവിൻ്റെ അടുത്തോട് ചെല്ലുമ്പോൾ കർത്താവിനോട് പറയാണ്, നീ ഇങ്ങോട്ട് വന്ന് ഞാൻ കേൾക്കില്ല, നിനക്കൊരു പാസ്റ്റർ വെച്ചിട്ടുണ്ട്, പുള്ളി വന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കാം. അപ്പം മധ്യസ്ഥനുണ്ടോ വേറെ യേശു അല്ലാതെ? ഉണ്ടല്ലേ? അപ്പൊ കത്തോലിക്കലും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? അവര് മരിച്ചുപോയി കണ്ണാടിക്കൂട്ടിൽ കയറിയ വിശുദ്ധന്മാർ മധ്യസ്ഥന്മാർ വഴിയും നമ്മൾ ജീവനോടെ നമ്മുടെ ഇടയിൽ സഞ്ചരിക്കുന്ന ജീവനുള്ള മധ്യസ്ഥന്മാർ വഴിയാണ് കാര്യങ്ങൾ സാധിക്കാൻ ശ്രമിക്കുന്നത്. ഉദ്ദേശം ഒന്നു തന്നെയുള്ളൂ, എന്താണ്? കാര്യങ്ങൾ സാധിക്കും. ഇത്രയും വില കൊടുത്ത് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെയും ഈ പാഗൻ മതത്തിനകത്ത് തന്നെയാണ് കിടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഈ ജാതീയ മതത്തിനകത്ത് നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല. ഇത്രയും നിങ്ങൾ പ്രതീക്ഷിച്ചില്ലെന്ന് എനിക്കറിയാം. ഈ മധ്യസ്ഥൻ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്, അതിനാണ് ഈ അഭിഷിക്തൻ. അഭിഷിക്തനെ തൊട്ടാ തട്ടിക്കളയെന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ? അഭിഷിക്തൻ ആരാ? അഭിഷിക്തൻ എന്ന് പറഞ്ഞ ആരാ? അഭിഷേകമുള്ളവൻ. അഭിഷേകം ഉണ്ടോ നമുക്ക്? അപ്പൊ ആരൊക്കെ അഭിഷിക്തന്മാർ? യേശുക്രിസ്തുവാണ് അഭിഷിക്തൻ. അവന്റെ അവയവങ്ങളിലെല്ലാം അഭിഷേകമുള്ളവരാണ്. അപ്പൊ നമ്മൾ ആരെ അഭിഷിക്തൻ എന്ന് വിളിക്കുന്നത്? യേശുക്രിസ്തുവിനെ മാത്രമാണ്. നമുക്കെല്ലാം അഭിഷേകമുണ്ട്, പക്ഷെ നമ്മളെ ആരും അഭിഷിക്തൻ എന്ന് വിളിക്കാറില്ല. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ മൂന്ന് തരം അഭിഷിക്തന്മാരുണ്ടായിരുന്നു. ഒന്ന് പ്രവാചകൻ, ഒന്ന് രാജാവ്, ഒന്ന് പുരോഹിതൻ. ഈ പുരോഹിതന്റെ പണി എന്തുവാ? ഈ മനുഷ്യരെ ദൈവത്തെ കൂട്ടിയിണക്കുക എന്നുള്ളതാണ്. പ്രവാചകന്റെ പണി എന്തുവാ? ദൈവത്തിൻ്റെ മനുഷ്യരുമായിട്ട് കൂട്ടിയിണക്കുക എന്നുള്ളതാണ്. തിരിച്ച് രാജാവിന്റെ പണി എന്താ? ദൈവം രാജാവായിരിക്കുന്നതിന് പകരം പ്രതിനിധിയായി ജനങ്ങളെ ഭരിക്കുക എന്നുള്ളതാണ്. അല്ലേ? ശരിയല്ലേ? ഈ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു രാജാവും പുരോഹിതനും പ്രവാചകനുമായി വന്നപ്പോൾ, ഈ പഴയ നിയമത്തിൽ അഭിഷേകങ്ങൾ എന്ന നിഴലുകളിൽ നിന്ന്, ഓക്കെ, ആ നിഴലുകളിൽ നിന്ന് എക്കോ വരുന്നില്ലേ? ഓക്കെ, ആ നിഴലുകളുടെ കാലം കഴിഞ്ഞ് ക്രിസ്തു എന്ന ഏക അഭിഷിക്തൻ. അഭിഷിക്തൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ ഗ്രീക്കിൽ നോക്കിയാൽ ക്രിസ്റ്റോസ് എന്ന് പറഞ്ഞ അഭിഷിക്തൻ എന്നാണ്. മിശിഹ എന്ന് പറഞ്ഞാൽ ഹീബ്രുവിൽ പറഞ്ഞാലും അഭിഷിക്തൻ എന്നാണ്. അപ്പോൾ ഇനി അഭിഷിക്തൻ നിങ്ങളോട് സംസാരിക്കുന്ന നോക്കി ഹീബ്രുവിൽ എന്ന് പറഞ്ഞേ. ഞാൻ പ്രസംഗിക്കാൻ വരുവാ, അപ്പം പാസ്റ്റർ പറയുന്ന ചോദിച്ചോ, ഇനി മേൽ അഭിഷിക്തൻ നിങ്ങളോട് സംസാരിക്കും. അപ്പം ഹീബ്രുവിൽ പറഞ്ഞ് എങ്ങനെ ഇരിക്കുന്നറിയോ? മിശിഹ ഇനി നിങ്ങളോട് സംസാരിക്കുന്ന. എല്ലാവരും കൈയടിച്ച് നാമ്യം പറഞ്ഞേ. അല്ലെങ്കിൽ ഗ്രീക്കിൽ പറയുകയാണെങ്കിൽ ക്രിസ്റ്റോസ്, ക്രിസ്തു നിങ്ങളോട് സംസാരിക്കുന്ന. അപ്പോൾ ക്രിസ്തുവായിട്ട് ഒരാൾ ഗമയ്ക്ക് ഇങ്ങനെ വരുവാണ് സ്റ്റേജിലേക്ക്. അഭിഷിക്തൻ, ഇവനെ തൊട്ടാൽ തട്ടിക്കളയും എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ഓർഗനൈസ്ഡ് മതമായിട്ട് ഇത് മാറിയത്. അഭിഷിക്തനെ തൊട്ടാൽ ദൈവം കൈകാര്യം ചെയ്യെങ്കിൽ നമ്മളെ ആരെ തൊട്ടാലും ദൈവം കൈകാര്യം ചെയ്യും. ഇന്ന് ഈ മതത്തിന്റെ ടെക്നോളജി എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഭയത്തിന്റെ അടിമകളാക്കുക എന്നുള്ളതാണ്.
ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമില്ലാതെ നമ്മൾ ഭയത്തിനടിമപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയും, അപ്പോൾ പാസ്റ്റർമാർ എന്താ പണി? പാസ്റ്റർമാർ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേൾക്കും. നമ്മൾ പ്രാർത്ഥിച്ചാലും കേൾക്കും. അതാണ്, ഞാനും മകനാണ്, എൻ്റെ പുത്രത്വമാണ് ഇവർ നിഷേധിക്കുന്നത്. എനിക്ക് അപ്പൻ്റെ മുമ്പിലേക്ക് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ നമുക്കായി പിളർന്ന അവൻ്റെ ശരീരത്തിനകത്തോടെയുള്ള നിത്യജീവൻ്റെ വഴിയിലേക്ക് എന്നെ കയറ്റി വിടാതെ ഈ മനുഷ്യർ പറയുന്നത്, നീ ഇവിടെ നിൽക്കുക, ഞാൻ നിൻ്റെ തലയിൽ പിടിച്ച് കുലുക്കി ഇത് സാധിച്ചു തരാമെന്ന് പറയുമ്പോൾ ദേ ആർ ബ്ലോക്കിംഗ് ക്രൈസ്റ്റ് ഫ്രം അസ്. അതുകൊണ്ടായിരുന്നു പെന്തക്കോസ്തിനകത്ത് ക്രിസ്തുവിനെ കുറിച്ച് ആർക്കും മിണ്ടാനൊന്നും ഇല്ലാത്തത്. ആരാധിക്കുമ്പോൾ പോലും ക്രിസ്തുവിനെ കുറിച്ച് ഒരു അക്ഷരം ആരും മിണ്ടാറില്ല. ഇവിടുത്തെ കാര്യമില്ല ഞാൻ പറഞ്ഞിട്ട്, ഇവിടുത്തെ കാര്യം എനിക്ക് അറിയാൻ മേല, നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. എനിക്ക് അറിയാൻ മേല, ഞാൻ കുറേ നാൾ കൂടി ഇവിടെ വരുന്നത്. ഇവിടെ പണ്ടൊരിക്കൽ വന്നിട്ടുണ്ട്, നിങ്ങൾ എന്നെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, നമ്മൾ ഞായറാഴ്ച ആരാധിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം ഞങ്ങളെ നടത്തിയ ദൈവം. അമ്പാനി അവിടെ ഇരുന്നത് അവരുടെ ദൈവത്തോട് പറയുന്നുണ്ട്, കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം നമ്മളെക്കാൾ സ്പീഡിലാണ് പുള്ളി നടന്നത്. ലോകത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം കഴിഞ്ഞ ആഴ്ച മരണം തട്ടാതെ രക്ഷപ്പെട്ടവരാ, നമ്മൾ മാത്രമല്ല. ലോകത്തിൽ ബിസിനസ് രക്ഷപ്പെട്ടവരും, രോഗം വരാത്തവരും, കാല് കല്ലിൽ തട്ടാതെ വീണ് രക്ഷപ്പെട്ടവരും, കണ്ണിൽ കണ്ണുനീരില്ലായിരുന്നവരൊക്കെ വിശ്വാസികളുണ്ട്. അപ്പോൾ ദൈവം നടത്തി എന്നുള്ളതിനകത്ത് പോലും ക്രിസ്തു വരുന്നില്ല. കാരണം ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ നടന്നേനെ, നരകത്തിൽ പോയേനെ. പക്ഷെ ഇങ്ങനെ നടന്നേനെ. അപ്പോൾ നമ്മൾ നന്ദി പറയുന്നത് എന്തിനാ? ഇങ്ങനെ നടന്നേനെ. കഴിഞ്ഞ ആഴ്ചവട്ടക്കാലം രമേഷ് എത്രയോ പേർ, അതിനകത്ത് ഏറ്റവും വലിയ രസം ഇതാണ്, കഴിഞ്ഞ ആഴ്ചവട്ടക്കാലം എത്ര പേർ മരിച്ചുപോയി, ചെറിയ ആൾക്കാർ ആശുപത്രി കിടക്കുന്നു. എന്നെ മാത്രം ജീവനുള്ളവരുടെ ദേശമായ ബാംഗ്ലൂരിൽ ശേഷിപ്പിച്ചതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന് ആലോചിക്കുക, കർത്താവെ കഴിഞ്ഞ ആഴ്ച എത്രയോ പേര് നിൻ്റെ അടുത്തേക്ക് പോന്നു, നീ അവരെ നിത്യജീവനോട് ചേർത്തു, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാതെ ഇവിടെ തന്നെ ഇട്ടതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും ആ വൈബ്രേഷൻ അങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ യേശുക്രിസ്തുവുമായിട്ടൊരു കണക്ഷൻ ഇല്ലാതെ ഈ സഭകൾ മൊത്തം പോകുന്നത്. എന്നിട്ട് ചോദിക്കാം, പെന്തക്കോസ് നന്നാവുമോ? ലോകത്തൊന്നും നന്നാവില്ല, പെന്തക്കോസ് ഉൾപ്പെടെ ലോകത്ത് ഒരു വസ്തു നന്നാവില്ല. ആകെ നല്ലത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ നമ്മൾ ഡോറിന് വെളി നിർത്തിയിരിക്കുന്നിടത്തോളം കാലം ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്തായാലും ബാംഗ്ലൂർ ഒരു 150, 500, 1000, 10,000 ചർച്ചകൾ കാണും. എന്നാൽ നമ്മുടെ ചർച്ചയിലെങ്കിലും ക്രിസ്തു ഉണ്ടെങ്കിൽ ഇല്ലേ, അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ലേ? ആഗ്രഹം തോന്നുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോഴൊന്നും കാണുകയില്ല. ഇവിടുത്തെ കാര്യമില്ല ഞാൻ പറഞ്ഞത്, പിന്നെയും പറയും, ഇവിടുത്തെ കാര്യമല്ല, എനിക്കറിയില്ല. എല്ലാം നമ്മൾ പ്രത്യാശിക്കണമല്ലോ. നമ്മളെല്ലാം നല്ലത് പ്രത്യാശിക്കുന്നു. പക്ഷേ ക്രിസ്തുവിനെ ഉയർത്താൻ പറ്റാതെ, അവൻ്റെ ജീവനെ കാണിച്ചു കൊടുക്കാൻ പറ്റാതെ നമ്മൾ വെറും ക്രിസ്ത്യാനി എന്നുള്ള പേരും പാട്ടും കൂത്തും തുള്ളലും ഡാൻസും മാത്രമായിരുന്നില്ല. എങ്ങനെയാണ് കർത്താവിൻ്റെ ജീവൻ നമ്മളിലേക്ക് വരുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തിൽ മുഴുവൻ അവൈലബിൾ ആയിട്ടുള്ള 2 കോമൺ വെളിപ്പാടെന്ന് പറയും. അതിനെ നമ്മൾ ബൈബിളിൽ പറയുന്ന പൊതു വെളിപ്പാടെന്ന്, അതായത് എല്ലാവർക്കും ഉള്ള വെളിപ്പാട്. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതിൻ്റെ ആ ഒരു വെളിപ്പാടിൽ ജീവിക്കുന്നവർക്ക് എന്താണ് പ്രത്യേകതകൾ നമുക്ക് നോക്കാം. അതായത് ലോകത്തിലുള്ള മനുഷ്യര് എങ്ങനെയാണ്, സാധാരണ മനുഷ്യർ എങ്ങനെയാണ് ദൈവത്തെ നേരിടാൻ പോകുന്നത് നമുക്ക് നോക്കാം. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം നമുക്ക് വായിക്കാം. ഞാൻ വായിക്കാം. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നറിയോ? ആരെക്കുറിച്ചാ? ഈ 2 കാര്യങ്ങൾ വെളിപ്പെട്ടിട്ടില്ല ലോകത്തിലെല്ലാവർക്കും, ബുദ്ധിയുള്ളവർക്കെല്ലാം. ഓക്കെ, ഇതുകൊണ്ട് ആ 20-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു നോക്കി. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് വരുന്നു. അപ്പോൾ ബുദ്ധി കൊണ്ട്, ആത്മാവില്ലാതെ ബുദ്ധി കൊണ്ട് തന്നെ ലോകത്തിലുള്ള സകല സൃഷ്ടികൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ദൈവം ശക്തനാണ് എന്നുള്ളതും മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നമ്മൾ തല്ലി മേടിക്കുന്നുള്ളതും സകല മനുഷ്യർക്കും അറിയാം. ശരിയല്ലേ? ഓക്കെ, അവരെക്കുറിച്ച് തന്നെ പറയാണ് 29-ാം വാക്യത്തിൽ. അവർ ആര്? ഈ ലോകത്തിലുള്ളവർ. സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. ഈ പാപങ്ങൾ നമുക്കുണ്ടോന്ന് ഒരു വലിയ ലിസ്റ്റാണ്. ഞാൻ ഈ ലിസ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എൻ്റെ ഉള്ളിൽ ഈ പാപമുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, ഞാൻ ആദ്യം ഒന്ന് വായിച്ചു പോകാം, പിന്നെ നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ കൊള്ളാവുന്ന ഒരു 2-3 പാപങ്ങളുണ്ട്, അത് മാത്രം എടുത്ത് പറയാം. ഓക്കെ, എന്തൊക്കെയാ? അത്യാഗ്രഹം, അനീതി, ദുഷ്ടത, അത്യാഗ്രഹം, ദുർബുദ്ധി. പിന്നെ അസൂയ, നമുക്കാർക്കും ഇല്ലല്ലോ. കുലയാ, പഴയ ബൈബിളിൽ കുലാന്ന് എഴുതിയേക്കുന്നത്, വാഴക്കുലയല്ല, അതല്ല, കൊലയാണ്. കൊല, പിണക്കം. നിങ്ങൾ ആരും പിണങ്ങിയിരിക്കുന്നില്ല ആരോടും? ഇല്ല.
കപടം. കപടം എന്ന് പറഞ്ഞാൽ എന്താ? ഓ ബ്രദറെ എത്ര നാളായി കണ്ടിട്ട്, ഓ ഞങ്ങളെ വഴിയൊക്കെ മറന്നോ എന്ന് ചോദിക്കുമ്പം അകത്ത് അവരോട് വലിയ സ്നേഹമൊന്നുമില്ലെങ്കിൽ അതിനാണ് നമ്മൾ കപടം എന്ന് പറയുന്നത്. കപടം. ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഉള്ളിൽ തിന്മ സൂക്ഷിക്കുന്നവർ. ഏഷണിക്കാർ. നിനക്കറിയാമോ അച്ചായൻ ഭയങ്കര പ്രശ്നമുണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞാണേ എന്ന് പറയുന്നവരാണ് നമ്മൾ ഏഷണിക്കാർ എന്ന് പറയുന്നത്. ദൈവദ്വേഷികൾ, ദൈവത്തെ ദുഷിക്കുന്നവർ. നിഷ്ഠൂരന്മാർ, അതായത് ക്രൂരത കാണിക്കുന്നവർ. ഗർവിഷ്ഠന്മാർ എന്ന് പറഞ്ഞാൽ ഗമ കാണിക്കുന്നവർ. ആത്മപ്രശംസക്കാർ, തള്ളുന്നവർ, സ്വയം പുകഴ്ത്തുന്നവർ. ഓക്കെ. പുതുദോഷം സങ്കല്പിക്കുന്നവർ. ഇതിപ്പം AI ഒക്കെ വരുമ്പോൾ ഇഷ്ടംപോലെ പുതിയ ദോഷങ്ങൾ ഉണ്ടായിക്കോളും. മാതാപിതാക്കൾ അനുസരിക്കാത്തവർ. ബുദ്ധിഹീനർ. ബുദ്ധിഹീനർ എന്ന് പറഞ്ഞാൽ എന്നറിയോ? ബുദ്ധിയുള്ളവർക്കെല്ലാം 2 വെളിപ്പാടുണ്ട്, അതുപോലും ഇല്ലാത്തവൻ ബുദ്ധിഹീനൻ. ശരിയല്ലേ? ബുദ്ധിയുള്ളവർക്ക് എന്തുണ്ട്? ദൈവം ഉണ്ടെന്നറിയാം. ദൈവം ഇല്ല എന്ന് പറയുന്ന ആരാ? ബുദ്ധിയില്ലാത്തവൻ. ആ 2 വെളിപ്പാട് പോലും കിട്ടാത്തവനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബുദ്ധിഹീനർ. അടുത്തത് നിയമലംഘികൾ, ലോ ബ്രേക്ക് ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ 2 പേര് പോകേണ്ട ബൈക്കിൽ 3 പേര് പോകുന്നവൻ. വാത്സല്യമില്ലാത്തവർ, ആരെ കണ്ടാലും ഉള്ളിലൊന്നും തോന്നാത്തവർ. ഇപ്പം ഈ സിനിമയും TV യും വീഡിയോ ഒക്കെ കണ്ട് ഈ പിള്ളേരെല്ലാം വീഡിയോ കാണുന്നതുകൊണ്ട് ആൾക്കാർ മരിക്കുന്ന കണ്ടാലും ഒന്നും തോന്നില്ല, വീഡിയോ എടുക്കാനേ തോന്നുള്ളൂ. കാരണം അതൊരു പിക്ചറായിട്ട് അവർ കാണുന്നത്, അകത്തേക്ക് കണക്റ്റ് ആവത്തില്ല. വേറൊരാളുടെ ദുഃഖം വരുമ്പോൾ അയ്യോ എന്ന് തോന്നില്ല. പണ്ടത്തെ ജനറേഷന് തോന്നുന്നില്ല, ഇപ്പം അങ്ങനെ തോന്നില്ല. ഇപ്പം അത് തോന്നിയാൽ അവരവിടെ കിടന്ന്, കാരണം അതിലും ഭയങ്കര ഭീകരമായി ഇന്നലെ വീഡിയോ കണ്ടിട്ട് വന്നിരിക്കുന്നവനാണ് ഇവിടെ കിടന്നിരുന്ന് നിലവിളിക്കുമ്പോൾ എന്തെങ്കിലും ഒന്നും തോന്നില്ല. അവർ സെൻസസ് ആർ നംബ്ഡ്. കനിവില്ല, നമ്പ് സെൻസസ് ആണ്. ഓക്കെ. ഈ വക പ്രവർത്തിക്കുന്നവർ, ഈ ലിസ്റ്റാണ് അത്ഭുതപ്പെടുന്ന ലിസ്റ്റ്. പിണങ്ങുന്നവർ, അസൂയപ്പെടുന്നവർ, തള്ളുന്നവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ. തീർന്നു എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും. അതായത് ഇതിലേതെങ്കിലും ഒരു പാപം നിങ്ങളൊരു അവിശ്വാസിയുടെ മുമ്പിൽ ചെന്നിട്ട് പറ, പിണക്കം ശരിയാണോ? അവർ പറയും ഏയ് ഒരിക്കലും ശരിയല്ല. അതെങ്ങനെ അവർക്ക് മനസ്സിലായത്? അമ്മായിമ്മമാരോട് പിണങ്ങിയിരിക്കുന്നവരും മരുമക്കളോട് പിണങ്ങി, ചേട്ടനിമാർ പിണങ്ങിയിരിക്കുന്നവരോട് എല്ലാം ഈ വചനം സംസാരിക്കുന്നത് എല്ലാം പോക്കാണ്. മരണത്തിന് യോഗ്യർ. തട്ടിപ്പോവും. അസൂയപ്പെടുന്നവർ തട്ടിപ്പോവും. മരണയോഗ്യർ. എന്തോ ഭീകരാവസ്ഥ എന്നറിയിച്ചേ. ലോകത്തേതെങ്കിലും ഒരുത്തൻ രക്ഷപ്പെടുവോ? ഒരാളും രക്ഷപ്പെടില്ല. ഇനി അത് മാത്രമല്ല, ഇതിനകത്ത് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയൊരു പാപമാണ് അത്യാഗ്രഹം എന്ന് പറഞ്ഞ പാപം. ഇന്ന് ഈ മതങ്ങൾ നിലനിൽക്കുന്നത് തന്നെ അത്യാഗ്രഹം ഉള്ളതുകൊണ്ടാണ്. പെന്തക്കോസ്ത് സഭ പ്രത്യേകിച്ചും, അതായത് ഈ ന്യൂ ജനറേഷൻ പ്രത്യേകിച്ചും. എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് അത്യാഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് ഈ പ്രാർത്ഥിക്കാൻ വരേണ്ട പോലും കാര്യമില്ല. ഞാൻ വേറെ രീതി പറയാം. 2 മുറിയുള്ളൊരു വീട് പണിയുന്നതാണോ 2 നിലയുള്ളൊരു വീട് പണിയുന്നതാണോ വിശ്വാസം കൂടുതൽ? ഏതിനാണ് വിശ്വാസം കൂടുതൽ വേണ്ടത്? വിശ്വസിച്ച് ജയമെടുത്ത് വിടുതലെടുത്ത് എതിരുകളെ, ഇരുട്ടിൻ്റെ അന്ധകാര ശക്തികൾ, അതിനെ തടയുന്ന ശക്തികളൊക്കെ ശാസിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കേണ്ടി വരുന്ന 2 മുറിയുള്ള വീട് പണിയാനാണോ 2 നിലയുള്ള വീട് പണിയാനാണോ കൂടുതൽ? 2 നില വീട്. അത്യാഗ്രഹം ഏതാ അത്യാഗ്രഹം? 2 നിലകൾ. അപ്പൊ കൂടിയ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൂടിയ അത്യാഗ്രഹം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബ്രദർ എനിക്കൊരു മാരുതി കാർ ഒരു 800 മേടിക്കണമെന്ന് ആഗ്രഹം. ഏയ് അങ്ങനെയല്ല, നീ ഒരു ഇന്നോവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഏതാ വിശ്വാസം കൂടുതൽ വേണ്ടത്? ഏതാ അത്യാഗ്രഹം? അപ്പൊ ഇവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പ്രസംഗിച്ച് നമ്മുടെ ഉള്ളിൽ എന്താ കൂട്ടുന്നറിയോ? ലോകത്തിൽ അത്യാഗ്രഹം, ഇവിടെ ജീവിക്കാനുള്ള ആഗ്രഹം. ലോകം കൊള്ളാൻ മോനെ, നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വിസ ആഗ്രഹമാണ് അത്യാഗ്രഹമാണ്. അത് നിങ്ങൾ സമ്മതിക്കാമെന്ന് എനിക്കറിയാം. സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ, കേരളത്തിൽ ഇപ്പൊ ക്രിസ്ത്യാനികളില്ല. ഞാനൊരു അഹങ്കാരം പറയും, 1 മിനിറ്റ്. നമ്മുടെ ക്രിസ്ത്യാനി സഭകളിൽ മുഴുവൻ ഈ പാസ്റ്റർമാരും പ്രവാചകന്മാരും പ്രവചിച്ച് എല്ലാവരും കാനഡയ്ക്കും ബ്രിട്ടനും വിട്ടിട്ടുണ്ട്. ഇവിടെ സുവിശേഷം പറയാനും പള്ളി വരാൻ ആൾക്കാരില്ല. എല്ലാം 65-70 വയസ്സായ അമ്മച്ചിമാരായിട്ട് മാറിക്കഴിഞ്ഞു കേരളത്തിൽ. ഇനി അവരുടെ കാലം കഴിഞ്ഞാൽ പാസ്റ്റർമാരെയും കിട്ടാണ്ടാവില്ല, വിശ്വാസികളുണ്ടാവില്ല. ഇംഗ്ലണ്ടിലെ ചർച്ച് പോലെ ഇതും തിയേറ്റർ ആക്കേണ്ടി വരും, വലിയ വലിയ ചർച്ചുകളൊക്കെ. കാരണം എന്താ? എല്ലാം കാനഡയിൽ അവിടെ പോയി ആദ്യത്തെ തലമുറയൊക്കെ ചർച്ചിൽ പോകും, 2ാമത്തെ തലമുറ ചർച്ചയ്ക്ക് ഉപേക്ഷിക്കും. പക്ഷേ ഞങ്ങളുടെ ചർച്ചിലെ യൗവനക്കാർ മിക്കവരും തന്നെ മിഷണറിമാരായിട്ട് കമ്മിറ്റ് ചെയ്തിരിക്കും. ഇവരാരും കാനഡയ്ക്ക് ഇങ്ങോട്ടും പോകുന്നില്ല. ഈ 2 ദിവസം മുമ്പ് ഒരു സഹോദരൻ കരഞ്ഞ് നിലവിളിച്ച് ഏറ്റു പറഞ്ഞ് എനിക്ക് മിഷണറി ആയിട്ട് പോകണം, സുവിശേഷ വേലയാണെന്ന് പറഞ്ഞത്. അതാ ഞാൻ ഇത്തിരി അഹങ്കാരം പറയാൻ പോകുന്ന പറഞ്ഞു. തള്ളിയതല്ല കേട്ടോ, നേരത്തെ പോലെ.
ക്രിസ്തു വെളിപ്പെടുന്നിടത്ത് മാത്രമേ ശരിക്കും നമ്മുടെ യൗവനക്കാരൻ കർത്താവിന് വേണ്ടി നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് കാനഡയിൽ വിടാമെന്ന് പറയുന്നതാണോ ദൈവത്തിൻ്റെ ഹിതം, അതോ കർത്താവിന് വേണ്ടി പോകാം എന്ന് പറയുന്നതായിരിക്കോ ദൈവത്തിൻ്റെ ഹിതം? ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ വക പ്രവർത്തിക്കുന്നവരെല്ലാം എന്താണ് എന്നുള്ള ദൈവന്യായം അവരറിഞ്ഞിട്ടും, ഏതാ അവരറിഞ്ഞിട്ടും എന്ത് ചെയ്തെന്നറിയാമോ? അവരെന്ത് ചെയ്തു? അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, അവ പ്രവർത്തിക്കുന്നവരിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, വലിയ പാസ്റ്റർമാരൊക്കെ ഇത് പ്രസംഗിക്കുന്നവരാ. ഇപ്പം അങ്ങനെ സ്വത്തിനെക്കുറിച്ചും മോഹങ്ങളെക്കുറിച്ചും പ്രസംഗിക്കുന്ന ഒരു പാസ്റ്റർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ തിരക്ക് ഇതുവല്ലായിരിക്കും, എന്തോ ആയിരിക്കും. കാരണം ലോകത്തിന് മുഴുവൻ വേണ്ടത് അതാ. അപ്പോൾ നമ്മൾ ശരിക്കും മരണകരമായ ഒരു സ്വഭാവത്തെയാണ് ഈ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വർദ്ധിപ്പിക്കുന്നത്. ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പം, കർത്താവെ നീ എത്രയും വേഗം വന്നാൽ മതി, ഇതൊരു പാഴ് മരുഭൂമിയാണ്, ഇവിടെ ഒന്നും എനിക്കില്ല എന്നല്ല തോന്നുന്നത്. തിരിച്ചാണ്, ഇവിടെ എന്തൊക്കെയോ വരാൻ പോകുന്നു, അടുത്ത വർഷം കുറച്ചുകൂടെ നല്ലതാകാൻ പോകുന്നു, അടുത്ത വർഷം എൻ്റെ ബിസിനസ് നന്നാകാൻ പോകുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഈ ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇത്രയും വലിയ കോവിഡ് വന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇവിടെയെങ്ങും ഒന്നും ബാക്കിയില്ല, ഇതെല്ലാം തീർന്ന് നമ്മൾ പോകാനുള്ള പരിപാടി നോക്കുന്നതിന് പകരം ഇവിടെ സെറ്റിലാക്കാനുള്ള പരിപാടി നോക്കിപ്പിക്കുന്ന ഏത് ആത്മാവായിരിക്കും? ലോകത്തിൻ്റെ ആത്മാവായിരിക്കും. അവർക്ക് പോലും അറിയാം അത്യാഗ്രഹം പാപമാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. എല്ലാവർക്കും സന്തോഷമായോ? അല്ല, നമുക്ക് ചില കാര്യങ്ങൾ ബോധം വരുമ്പോൾ ഒരു സന്തോഷം വരികയല്ലേ, ഇപ്പോഴെങ്കിലും കണ്ടുപിടിച്ചല്ലോ എന്ന്. നമ്മളീ പോകുന്ന പോക്കും ഈ വിടുതലും ഈ പ്രവാചകന്മാർ ഒരെണ്ണം നിത്യതയെക്കുറിച്ച് പറയുന്നില്ല. ഈ ആത്മാക്കളെ വിവേചിക്കാൻ എന്നാൽ ഒരു 25-30 വർഷം മുമ്പ് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. നല്ല പ്രവാചകന്മാരുടെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പ്രവാചകന്മാർ മൊത്തം ഇളകിയേക്കുന്ന ഈ വിദേശ രാജ്യം. അതിന് പരിശോധിക്കാൻ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് ശരിക്കും കർത്താവിൻ്റെ ആണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ടെക്നിക്ക്. ഇനി എങ്ങാനും പ്രവാചകന്മാരെങ്ങനെ വരുവാണെങ്കിൽ, വരികയല്ലെന്നാണ് എൻ്റെ വിചാരം, വരുവാണെങ്കിൽ അവരെ പരിശോധിക്കാനുള്ള ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവർ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ക്രിസ്തു എന്നൊക്കെ പറയും. പക്ഷെ ഇവർ ട്രാൻസിൽ പോകും. കുറച്ച് കഴിയുമ്പോൾ കണ്ണൊക്കെ അടച്ച് അവർ വേറെ ഏതോ ലോകത്തേക്ക് പോകും. പിന്നെ യേശു ക്രിസ്തു ഇല്ല അവർക്ക്. അവർ പറയുന്ന മുഴുവൻ ലോകത്തെക്കുറിച്ചായിരിക്കും. ഇതാണ് അവരുടെ ആത്മാവേദെന്നുള്ള പരിശോധന. നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി തലയെ കവിക്കാൻ നേരത്തെ ഒരു യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല അവർക്ക്. അവർ പറയുന്നത് മുഴുവൻ നിന്റെ കണ്ണുനീര് കണ്ടിരിക്കുന്നു, നിന്നെ വിടുവിക്കും, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും, നിന്നെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകും. ഇതൊന്നും ബൈബിളിൽ നിന്നല്ല. ഈ വാഗ്ദത്തങ്ങളൊന്നും ബൈബിളിലില്ല. പഴയ നിയമത്തിലുണ്ട്, പക്ഷെ പുതിയ നിയമത്തിലെ വാഗ്ദത്തം ക്രിസ്തുവിനെ പോലെ നമ്മൾ രൂപാന്തരപ്പെടുത്തുന്നുള്ളതാണ്. അത് ഇവർക്ക് വരികയില്ല. വരാത്തതിൻ്റെ കാര്യം ട്രാൻസിലേക്ക് എപ്പോൾ പോകുന്നോ അപ്പോൾ അവർ ലോകത്തിൻ്റെ, അവരുടെ ഉള്ളിലുള്ള ലോകത്തിൻ്റെ സ്പിരിറ്റാണ് ആക്ടിവേറ്റ് ആകുന്നത്. സംശയമുണ്ട്, നിങ്ങൾ ഇനി നോക്കിയാൽ മതി. അതുകൊണ്ട് നമ്മൾ തുള്ളി മറിയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സന്തോഷമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇന്ന് ക്രിസ്തുവിനെ കുറിച്ച് ഒരു അക്ഷരം പോലും കേൾക്കാതെ ജസ്റ്റ് പാട്ടിൻ്റെ താളത്തിനകത്ത് നമ്മളങ്ങ് പ്രവേശിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ ആത്മാവെന്ന്? എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? മല്ലപ്പള്ളി ഒരു ചർച്ചിൽ ഒരു സ്ത്രീ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്ന സ്ത്രീക്ക് ഭൂതം ഇളകി കഴിഞ്ഞപ്പം പാസ്റ്റർ എന്നിട്ട്, എനിക്കറിയാവുന്ന പാസ്റ്റർ, എനിക്കറിയാവുന്ന സഭ, പാസ്റ്റർ ചോദിച്ചു, നീ എന്താ ഈ അന്യഭാഷയെ പറഞ്ഞുകൊണ്ടിരുന്നത് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറയാം, ഈ സഭ മുടിഞ്ഞു പോട്ടെ, ഈ പാസ്റ്റർ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അന്യഭാഷയിൽ. പുള്ളിക്കാരി യേശുവിൻ്റെ നാമത്തിൽ പോന്ന് പറഞ്ഞപ്പം ആ സ്ത്രീ പറയാണ്, അയ്യോ എന്നെ പറഞ്ഞു വിടല്ലേ, ഞാൻ 1 വർഷം കൂടെ എന്നെ ഇവിടെ ഇരുത്താമെങ്കിൽ 25 പുതിയ ആത്മാക്കൾ ഞാൻ ഈ സഭയെ കൊണ്ടുവരാമെന്ന്. ഒരു ദുരാത്മാവൊന്നും ആയിരിക്കും, ചിലപ്പോൾ ആയിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ കൺട്രോൾ പിടിപോയതായിരിക്കും, ഈ പാട്ടിനകത്തോട്ട് കയറി താളം തെറ്റി, നമുക്കറിയത്തില്ല. ഇതെന്തൊക്കെയാ സംഭവിക്കുന്നത്, ഏതാത്മാവിനാലാണ് നിറയുന്നതെന്നൊന്നും ഒരു പിടിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒരു കൃപാവരും ഇന്ന് കാണാനില്ല. ക്രിസ്തുവിനെ വെളിപ്പെടുന്ന പ്രവാചകന്മാരെ കാണാനില്ല, സുവിശേഷകരെ കാണാനില്ല, മിഷണറിമാരെ കാണാനില്ല. ആകെ ഉള്ളത് ബൈബിൾ കോളേജ് പഠിച്ചിറങ്ങിയ കുറേ പാസ്റ്റർമാർ, പിന്നെ കുറേ എന്താ പറയുന്നത്, ഫോഴ്സ് ചെയ്ത് ഡ്രം അടിച്ച് പൊട്ടിച്ച് എങ്ങനെയൊക്കെയോ പറയുന്ന അന്യഭാഷ. ഇത് മാത്രമേ ഇന്ന് കാണാനുള്ളൂ. ശരിയാണോ? അല്ലേ, ഞാൻ ചുമ്മാ പറയുന്നതാണോ? അന്യഭാഷ പറയുന്നതിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അന്യഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്ത് ആത്മാവ് നമ്മോട് പറഞ്ഞു തരുന്നതാണ്, ഉച്ചരിക്കാൻ തരുന്നതാണ്. ഇന്ന് പിള്ളേർക്ക് അന്യഭാഷ കിട്ടാൻ വേണ്ടി എത്ര അടിച്ച്, കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ചെന്നപ്പോൾ അവർ പുറകോട്ട് സൗണ്ട് കൂട്ടാവുന്നില്ലെന്ന്, വേണ്ടത്ര സ്പീക്കർ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ്, അവർ ഭയങ്കര സൗണ്ടാണ്. അത് ഒരാളുടെ ചെവി പോയി. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അവിടെ പോയി ആ സ്പീക്കറിൻ്റെ താഴെ ഇരുന്നിട്ട് ചെവിയുടെ ഡയഫ്രം പോയിട്ടുള്ള ഹോസ്പിറ്റലിൽ പോയി. അപ്പം തന്നെ കേൾക്കാൻ വയ്യ, ഒന്നും കേൾക്കാൻ വയ്യ. എന്നിട്ട് അവർ പ്രവചിക്കാൻ ഇറങ്ങി നടന്നിട്ട് അവർ പറയാണ്, പുറകെ നാങ്ങി കാണിക്കും, സൗണ്ട് ഇങ്ങനെ കൂട്ടാൻ.
പോരാ, ഇവിടെ ട്രാൻസ് അങ്ങോട്ട് എത്തുന്നില്ല. നമ്മൾ ഇതുപോലെ മണ്ടന്മാരായി പോലെ. കാരണം ഇത് പറഞ്ഞ ആൾക്കാർ പറയും ഇയാൾ ആത്മാവിൻ്റെ കൃപാവരങ്ങൾക്കെതിരാണ്. ഇവർ വിചാരിക്കുന്ന കൃപാവരം ഇതാ ട്രാൻസ്. ട്രാൻസ് എന്ന് പറഞ്ഞൊരു കൃപാവരം ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ അന്യഭാഷ നല്ലപോലെ പറയുന്നയാളാണ്, പക്ഷേ എനിക്കൊരു വ്യാഖ്യാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്ര പരസ്യമായിട്ട് പറയാറില്ല. ഞാൻ ചർച്ച വന്നിരിക്കുമ്പോൾ അന്യഭാഷ പറയാറുണ്ട്, പക്ഷേ അധികം പേര് കേൾക്കാതെയാണ് ഞാൻ പറയാറുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളുടെ ചർച്ചിൽ ഇങ്ങനെ എല്ലാ കൃപാവരങ്ങളുള്ള ആൾക്കാരുണ്ട്, പലതരം കൃപാവരങ്ങളുണ്ട്. ഇതെല്ലാ സഭയിലും വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് ദൈവമായിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന അന്യഭാഷ നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടതും. അത് നമുക്ക് എല്ലാവർക്കും ഉള്ളത് നല്ലതാണ്. ഓക്കെ, പക്ഷെ അത് ഈ ട്രാൻസ് എന്ന് പറഞ്ഞൊരു സാധനം, അതായത് ടപ് 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 കൂട്ടി 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 ആ ക്രസൻറ്റിലോട്ട് ഉണ്ടാകുമ്പോൾ ചില ആൾക്കാരുടെ, പ്രത്യേകിച്ച് സഹോദരിമാർക്കാണ് ആ മൈൻഡ് പിടിച്ചാൽ കിട്ടില്ല. ഓക്കെ, സൂക്ഷിച്ചിരുന്നോണം. കാരണം വിട്ടുകൊടുക്കും നാല് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കേൾക്കരുത്. വിട്ടുകൊടുത്ത അവന്മാർ കൊണ്ടുപോകും. കാരണം നമ്മുടെ ഒരിടത്തും പിടിയില്ലാത്തവരാക്കിയിട്ട് വേണം അവർക്ക് പറപ്പിക്കാൻ. ഈ ഞാൻ ഇന്ന് ശ്രദ്ധിച്ച വേറൊരു കാര്യമാണ് ഈ ലൈവ്. ഞാൻ ഇതിങ്ങനെ കുറേ നാൾ കൂടി ഇതൊക്കെ കാണുന്നത്, എനിക്കിത് കാണുന്ന അത്ര ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഇന്ന് ഞാൻ കണ്ടപ്പം ഈ പാസ്റ്റർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പം ഏറ്റവും കൂടുതൽ വൈബ്രേഷൻ ഉള്ള ആളുടെ തലയിലാണ് കൈവയ്ക്കുന്നത്. അവർ റെഡിയാണെന്ന് പുള്ളിക്ക് അറിയാം. അവരൊന്ന് തൊട്ടാൽ പറക്കാൻ റെഡിയായിട്ടാണ് ഇരിക്കുന്നത്, വീഴാനും. ഓക്കെ, ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആത്മീയത എന്ന് വിചാരിച്ച് മനുഷ്യർ അങ്ങോട്ട് നോക്കുമ്പം ഈ മറന്നു പോകുന്നത് ഈ സാധനം. ഇവിടെ ഇരിക്കുന്ന ഈ വേദപുസ്തകം ഇങ്ങനെ ഇരിപ്പുണ്ടെന്നും അപ്പോസ്തലന്മാർ ഇത്രയും ലേഖനങ്ങളോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെന്നും ഇതിനകത്ത് ക്രിസ്തു വെളിപ്പെട്ട് വന്നിട്ടുണ്ടെന്നും യേശു ക്രിസ്തുവിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ പ്രഷ്യസ് ആയിട്ടുള്ള വെളിപ്പാട് ഇതിനകത്തുണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ മറന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയും പാപത്തെക്കുറിച്ച് അനലൈസ് ചെയ്യുമ്പം ഈ ഓസ്ട്രേലിയയിൽ ഒരു സഹോദരനോട് പറഞ്ഞാൽ, എൻ്റെ പാസ്റ്ററെ ഈ റോമർ 1:29 വായിച്ചോടുകൂടിയാണ് ഞാൻ മുട്ടുകുത്തിപ്പോയത്. കാരണം ഇപ്പോഴും ഞാൻ നരകത്തിൽ പോകത്തുള്ളൂ. അസൂയ പോയിട്ടില്ല, പിണക്കം പോയിട്ടില്ല, അനുഗ്രഹം എന്താ പറയുന്നത്, ഈ അത്യാഗ്രഹമാണേ കൂടി വരുന്നതല്ലാതെ. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാഗ്രഹം കൂടുതലാണ്. നേരത്തെ ഇത്ര ശക്തനായൊരു ദൈവം നമുക്കില്ലായിരുന്നു, ഇപ്പോഴാണ് ഇത്ര ശക്തനായൊരു ദൈവത്തെ കിട്ടുക. അപ്പം നമുക്ക് മുതലാക്കാലോ മാക്സിമം, ശരിയല്ലേ? ഇത്ര ശക്തനായൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുതലാക്കി കൂടെ? 10 രൂപ കൊടുത്താൽ മതി, അത് 100 ആക്കി തരും. അത്രയും വലിയൊരു ദൈവം. അപ്പം അത്യാഗ്രഹം കൂടുവോ കുറയോ? ഇനി നമുക്ക് 2ാം അധ്യായത്തിലേക്ക് വരാം. 1ാം അധ്യായം എല്ലാവർക്കും മനസ്സിലായല്ലോ? സന്തോഷമായല്ലോ? ഓക്കെ, അവിടെ പറയുന്നത് ഈ ലോകത്തിൻ്റെ റിലീജിയൻ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ലോകത്തിൻ്റെ റിലീജിയൻ. ഞാനതിന് വെളിയിലുള്ളവർ വിധിപ്പാൻ നമുക്ക് എന്ത് കാര്യം? നമ്മുടെ അകത്തുള്ളവരെല്ലാം വിധിക്കണം. അതുകൊണ്ട് ഞാൻ എക്സാമ്പിളായിട്ട് നമ്മളെ തന്നെ അങ്ങ് എടുത്ത് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് വിരോധമൊന്നും ഇല്ലാർക്കും. വിരോധം ഉണ്ടെങ്കിൽ എനിക്ക് വിരോധമില്ല. ഓക്കെ, 2ാം അധ്യായം. 2ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ വക പ്രവർത്തിക്കുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ ക്രോധം എന്താണെന്നാണ് 2ാം അധ്യായം നമ്മളോട് പറയുന്നത്. ഓക്കെ, 2ാം അധ്യായത്തിൽ പറയുന്നത്, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനായുള്ളവേ നിനക്ക് പ്രതിവാദം പറയുവാനില്ല, അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. അപ്പോൾ നമുക്ക് ആരെയും വിധിക്കാൻ അവകാശമില്ല എന്നാണ് ഈ 2ാം അധ്യായത്തിലേക്ക് വരുമ്പം. അതിൻ്റെ കാരണം ലോകത്തിൽ ഒരുത്തനും നല്ലവനായിട്ടില്ല. അതാണ് റോമാലേഖനം 1ാം അധ്യായം 2ാം അധ്യായം 3ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. ലോകത്തിൽ ഒരുത്തനും നല്ലവനായിട്ടില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ നീ പാപിയാണെന്ന് പറയുമ്പം ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പം ഈ 3 വിരലല്ലേ ഉള്ളൂ, 3 വിരലും നമ്മുടെ നേരെ ചൂണ്ടുന്നുള്ളതാണ്. അതായത് അവൻ്റെ പാപത്തിൻ്റെ 3 ഇരട്ടിയാണ്. എപ്പോഴും അങ്ങനെ ആയിരിക്കും. നിങ്ങൾ ആരുടെ നേരെ വിരൽ ചൂണ്ടുമെന്ന് ചിന്തിച്ച് നോക്കി. അവൻ്റെ പാപത്തിൻ്റെ 3 ഇരട്ടി അത്യാഗ്രഹിയായിരിക്കും ഞാൻ, 3 ഇരട്ടി അസൂയക്കാരനായിരിക്കും ഞാൻ, 3 ഇരട്ടി തള്ളുന്നവനായിരിക്കും ഞാൻ. അപ്പം വിധിക്കുന്ന ഇത് ആരെ വിധിക്കുന്നറിയോ? യഹൂദന്മാരാ. അവരാണ് വിധികർത്താക്കൾ, എല്ലാവരും വിധിക്കുന്നത്. അതായത് അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല, അവൻ ജാതികളാണ്, അങ്ങനെയുള്ള വിധികൾ. ഞങ്ങളാണ് ദൈവത്തിൻ്റെ മക്കൾ, ഞങ്ങളാണ് നീതിമാന്മാർ എന്ന് പറയുന്ന ആരാ? യഹൂദന്മാർ. ഓക്കെ, വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. അപ്പം നീ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ ഈ സാമാന്യ ജനത്തിന് ഓൾറെഡി അറിയാവുന്ന അത്യാഗ്രഹം പോലുള്ള പാപങ്ങൾ നിന്റെ ഉള്ളിൽ തന്നെ കിടക്കെ നീ പാപി അല്ലെന്ന് എങ്ങനെയോ തെറ്റിദ്ധരിച്ച്, പണ്ടെങ്ങാണ്ട് സ്നാനപ്പെട്ടതാണ് സഭയ്ക്കകത്ത് തോന്നുന്നുള്ള തെറ്റിദ്ധരിച്ച് നീ പ്രത്യേകമായി ഒരു നീതിമാനാണ് മറ്റുള്ളവരെക്കാളും എന്ന് വിചാരിക്കരുത്. കാരണം അവർ ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഓക്കെയാണോ? എന്നാലും ഒരവനുമില്ല, അവനും നമ്മളും എല്ലാം കണക്കാണ്. എന്നാലും അവൻ എന്നോട് ചെയ്തത്, അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളാരെങ്കിലും? എന്നാൽ അവൻ അത് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല.
അവനത് ചെയ്യും, അതിലപ്പുറം ചെയ്യും. കാരണം എന്താ? അവനാണ്. അതുകൊണ്ട് ഏതു മനുഷ്യനും എത്ര വലിയ പാപം ചെയ്യാനുള്ള പൊട്ടൻഷ്യലുണ്ട്. നീതിമാന്മാരായി ആരുമില്ല. അടുത്തത്, ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അതുതന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്നും തെറ്റി ഒഴിയുമെന്ന് നനയ്ക്കുന്നുവോ? ഓക്കെ, സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവരെല്ലാം കൈവക്കിക്കേ. സ്വർഗത്തിൽ പോകില്ല എന്ന് ഏകദേശം ഉറപ്പായവര് ഇപ്പൊ ഇത് കേട്ടപ്പോ, പോയാലും പോയില്ലെങ്കിലും കുഴപ്പമില്ലാത്തവര് അങ്ങനെ ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് ഞാൻ ചോദിച്ചത്. ഓക്കെ, 3-ാം വാക്യം, ആ വക പ്രവർത്തിക്കുന്ന ഒരു വിധിക്ക് അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നനയ്ക്കുന്നുവോ? അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? അതിനർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, ദൈവമാണ് നമ്മൾ ഓരോരുത്തരെയും മാനസാന്തരത്തിലേക്ക് നയിക്കേണ്ടത്. അത് നീ നിരസിക്കരുത്. നീ സ്വയം നീതിമാനെന്ന് വിചാരിക്കുമ്പം മറ്റൊരാളെ നിന്ദിക്കുമ്പോൾ നീ എന്താ ചെയ്യുന്നത്? ദൈവത്തിന്റെ ദീർഘക്ഷമയും ദൈവത്തിന്റെ രക്ഷിക്കാനുള്ള കഴിവും മാനസാന്തരത്തിന്റെ ഐശ്വര്യവും എല്ലാം എന്ത് ചെയ്യുക? നീ നിരസിക്കുകയാണെന്നാണ് യഹൂദനോട് പൗലോസ് പറയുന്നത്. ഇനി ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഒരിക്കലും സുവിശേഷം കേട്ടിട്ടില്ലാതെ ഏതോ മരുഭൂമിയിൽ താമസിക്കുന്ന ഒരു മനുഷ്യനുണ്ടെന്ന് വിചാരിച്ചോ. അയാൾ സ്വർഗത്തിൽ പോകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരിക്കലും സുവിശേഷം കേട്ടിട്ടില്ല, ഒരു സുവിശേഷം അയാൾ എടുത്ത് തന്നിട്ടില്ല. മേ ബി ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്തോ ഏതെങ്കിലും ഒരു മംഗോളിയയിലോ ആർട്ടിക് എസ്കിമോളിലോ എവിടെയെങ്കിലും യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരാൾക്ക് സ്വർഗത്തിൽ പോകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഉണ്ടോ? മനസാക്ഷി വെച്ച് ദൈവം മനസാക്ഷി വെച്ച് വിധിക്കുമോ? മനസാക്ഷി വെച്ച് വിധിച്ചിട്ട് കുറെ ആൾക്കാരെ സ്വർഗത്തിൽ കൊണ്ടുപോകുമോ? ഒരിക്കലും കൊണ്ടുപോകില്ല. മനസാക്ഷി വെച്ച് വിധിക്കും, പക്ഷെ ഒരുത്തനും നല്ലവനില്ലാത്തത് കൊണ്ട് ആർക്കും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ഞാനൊരു ചെറിയൊരു നടന്ന സംഭവം, എൻ്റെ ജീവിതത്തിൽ നടന്നൊരു ചെറിയൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സഭയിൽ പ്രസംഗിക്കാൻ പോയപ്പം അവിടുത്തെ ഒരു പാസ്റ്ററമ്മയും ഞാനുമായിട്ടൊരു സംസാരം ഉണ്ടായി. ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പാസ്റ്റർ പനി പിടിച്ച് കിടക്കുമായിരുന്നു. ഇപ്പോൾ ഈ പാസ്റ്ററമ്മയും കുറേ സഹോദരിമാരുണ്ട്. ഇതെല്ലാം വിളമ്പി കഴിച്ചു കഴിഞ്ഞപ്പം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പാസ്റ്ററമ്മ എന്നോട് ചോദിച്ചു, എത്രയോ നല്ല മനുഷ്യർ മറ്റു മതങ്ങളിലൊക്കെ ഉണ്ട്, അവരെല്ലാം നരകത്തിൽ പോകുന്നതാണോ പാസ്റ്റർ വിചാരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിക്കുന്ന പോട്ടെ, സിസ്റ്റർ എന്താണ് വിചാരിക്കുന്നത്? പുള്ളിക്കാർ പറഞ്ഞു, അവരിലൊക്കെ നല്ല മനസാക്ഷിയുള്ളവർ സ്വർഗത്തിൽ പോകും, നല്ല മനസ്സുള്ളവർ സ്വർഗത്തിൽ പോകുന്ന വിശ്വസിക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ പോകുമായിരുന്നെങ്കിൽ കർത്താവിന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ട കാര്യമില്ലായിരുന്നു. മാത്രമല്ല, നിങ്ങൾ എവിടെ ഒരു സുവിശേഷം പറയാൻ പോകുമ്പം യേശു ക്രിസ്തു ഇല്ലെങ്കിൽ, വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം കൂടെ നമ്മളെ തല്ലും. ഇങ്ങനെ പറഞ്ഞാലോ? തന്നെയല്ല, 100 പേരോട് നിങ്ങൾ സുവിശേഷം പറഞ്ഞാൽ അതിൽ ഒരാളോ 2 പേരോ ആയിരിക്കും സ്വീകരിക്കുന്നത്, ബാക്കി 98 പേരും തള്ളിക്കളയും. 98 പേർക്ക് എന്ത് സംഭവിക്കും? അവരെല്ലാം സുവിശേഷം നിരസിക്കുകയും നരകത്തിലേക്ക് പോവുകയും ചെയ്യും, അല്ലേ? ശരിയല്ലേ? അതേസമയത്ത് നിങ്ങൾ അവരുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ നല്ല മനസാക്ഷിയുള്ളവരാകണം, നിങ്ങൾ നല്ലപോലെ ജീവിക്കണം എന്ന് പ്രസംഗിക്കാന്ന് വിചാരിച്ചോ, 100 പേരിൽ 98 പേരും നിങ്ങൾ പറയുന്നത് ഇഷ്ടപ്പെടും. ശരിയല്ലേ? അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ശരിയാണോ? ഈ 98 പേരും നിങ്ങൾ പറഞ്ഞ് ഇഷ്ടപ്പെടുന്നു മാത്രമല്ല, അവരിൽ ചില ആൾക്കാരെങ്കിലും സ്വർഗത്തിൽ പോവുകയും ചെയ്യും. കാരണം എന്താ? അവർ സുവിശേഷം കേട്ടിട്ടില്ല, തള്ളിക്കളഞ്ഞിട്ടില്ല, നല്ല മനസാക്ഷി ഉണ്ട് താനും. അപ്പൊ നിങ്ങൾ എവിടെ സുവിശേഷം പറയാൻ പോകുമ്പോൾ സുവിശേഷം പറയണോ അതോ നല്ലവരാകാൻ പറയുന്ന ഏതാ ലാഭം? നല്ലവരാകാൻ പറഞ്ഞപ്പോരെ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നല്ലവരാകാൻ പറയുന്നില്ല അപ്പൊ നല്ലത്? കാരണം അതിനകത്തൊരു 50 പേരെങ്കിലും സ്വർഗത്തിൽ പോകും. ഞാൻ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരായിരിക്കും ചിലപ്പോൾ വരുന്നത്. തന്നെയല്ല, എന്നെ ഒരു തല്ലി കൊല്ലാനും സാധ്യതയുണ്ട്. എനിക്ക് എൻ്റെ തടിയും രക്ഷിക്കാം, എല്ലാവരും എനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വരെ തരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ പ്രസംഗിച്ചത് എന്തോ, നല്ലവരാകുവിൻ. അതെല്ലാവർക്കും ഇഷ്ടമാണ് മെസ്സേജ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ആരെയെങ്കിലും മനസാക്ഷി വെച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ ദൈവത്തിന് സാധിക്കുമായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് ഇത്രയും കഷ്ടപ്പെട്ട് പാപങ്ങളെ ചുമന്ന് ക്രൂശിൽ മരിക്കേണ്ട എന്താവശ്യമായിരുന്നു കർത്താവ് ഉണ്ടായിരുന്നു? കുറെ നല്ല മനസാക്ഷിയുള്ളവരെ സ്വർഗത്തിലോട്ടും കൊണ്ടുപോയാൽ പോരായിരുന്നു. ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാർ പറയാനേ,
അതിന് കർത്താവ് അത്രയും കഷ്ടം സഹിച്ചു എന്നെല്ലാം പറയണ്ട, അതിനേക്കാളും കഷ്ടം സഹിച്ചു അത്രയും മനുഷ്യരുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ഈ സഹോദരിമാരും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എല്ലാം നരകത്തിൽ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഞാനൊരു ബൈബിൾ കോളേജ് പഠിക്കുന്നുണ്ട്, പാസ്റ്റർ മാറാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തായാലും മാനസാന്തരപ്പെട്ടില്ലേ നിങ്ങൾ പോകാം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, യേശുക്രിസ്തു എന്ന വഴിയിലൂടെ അല്ലാതെ ഒരാൾക്കും പിതാവിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റില്ല. അതിന് മനസാക്ഷി വഴി എന്ന് പറഞ്ഞൊരു വഴിയില്ല. മനസാക്ഷി വഴി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സുവിശേഷം പറയേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു. മനസാക്ഷി വഴി എന്ന് പറഞ്ഞൊരു വഴി ഉണ്ടായിരുന്നെങ്കിൽ പൗലോസ് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ സകലർക്കും കടക്കാരൻ എന്ന് പറഞ്ഞ് അതിലെതിൽ അലഞ്ഞിരിഞ്ഞ് പാഞ്ഞു നടക്കുമായിരുന്നു പൗലോസ്. അതിൻ്റെ ആവശ്യമില്ല. പിതാവിൻ്റെ അടുക്കൽ എത്തുവാൻ യേശുക്രിസ്തു എന്ന ഏക വഴിയല്ലാതെ വേറൊരു വഴി, മനുഷ്യൻ്റെ നന്മ, മനുഷ്യൻ്റെ ചിന്തകൾ, നീതി, മനസാക്ഷി, ഇങ്ങനെയുള്ള ഒരു വഴിയും കർത്താവ് തുറന്നിട്ടില്ല. പിതാവിൻ്റെ അടുക്കലേക്ക് എത്തുവാൻ ഉള്ള ഏക വഴി പുത്രൻ മാത്രമാണ്. അപ്പം നിങ്ങൾ ചോദിക്കുമായിരിക്കും, ദൈവത്തിൻ്റെ പക്കൽ അനീതി ഉണ്ടോ? എല്ലാവരും പോകുന്നില്ലല്ലോ, അല്ലേ? ശരിയല്ലേ? ആ ചോദ്യത്തിലേക്കാണ് നമ്മളിപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരാളെ നരകത്തിൽ വിടുന്നത് ശരിയാണോ, ന്യായമാണോ? അവൻ കേട്ടിട്ടില്ലല്ലോ, അല്ലേ? നിങ്ങൾക്ക് മനസ്സിൽ വന്നില്ല അത്? നമുക്ക് നോക്കാം ബൈബിൾ എന്താ പറയുന്നത്. ഓക്കെ, 7-ാം വാക്യം പറയുന്നു. 6-ാം വാക്യം മുതൽ വായിക്കാം. അവൻ ഓരോരുത്തന് അവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. അപ്പൊ ദൈവം എന്ത് ചെയ്യും? ഓരോരുത്തർക്കും എന്ത് ചെയ്യും? പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. അടുത്ത വാക്യം, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. അപ്പം കർത്താവ് അവസാനം നിത്യജീവൻ കൊടുക്കുന്നതും കോപവും ക്രോധവും കൊടുക്കുന്നതും പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണോ? ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഒന്നുകൂടെ വായിക്കാം. അവൻ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ടും തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. അപ്പോൾ നമ്മൾ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അവിടെ പറഞ്ഞേക്കുന്നത്? കൽപ്പനകളെ അനുസരിക്കണം, അല്ലേ? അനുസരിക്കണം. അനുസരിക്കാത്തവരെല്ലാം എങ്ങോട്ട് പോവും? നരകത്തിലേക്ക് പോവും. അതവിടെ നിൽക്കട്ടെ. അടുത്ത വാക്യം, 9-ാം വാക്യം. തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. അതായത് നിങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടോ, നിങ്ങൾ യഹൂദനാണോ എന്നൊന്നും കർത്താവ് നോക്കില്ല. യഹൂദനായാലും യവനനായാലും തിന്മ പ്രവർത്തിച്ചാൽ കർത്താവ് എന്ത് ചെയ്യും? അവർക്ക് കഷ്ടവും സങ്കടവും വരും. 10-ാം വാക്യം, നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനനും ലഭിക്കും. അർത്ഥം എന്താ? അടുത്ത വാക്യം വായിക്കാം. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ അസൂയയുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടായിട്ടും കാര്യമില്ല. അസൂയക്കാരായ നാട്ടുകാരെല്ലാം നരകത്തിൽ പോകുന്ന വഴിക്ക് നിങ്ങൾ എങ്ങോട്ടേ പോവുള്ളൂ? നരകത്തിലേ പോവുകയുള്ളൂ. കാരണം ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല. ശരിയല്ലേ? ഓക്കെ, അടുത്ത വാക്യം പറയുന്നതിന് മുമ്പ്, കേരളത്തിൽ ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞൊരു ടീച്ചർ ഉണ്ടായിരുന്നല്ലേ? അപ്പോൾ യഹൂദനായാലും യവനനായാലും കാര്യമില്ല, എന്താണ്? നിങ്ങൾ ആരാണ്? മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. അതല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നേ? ആണോ? കർത്താവ് എന്താ പറഞ്ഞേക്കുന്നേ? യവനനായാലും യഹൂദനായാലും മര്യാദയ്ക്ക് ജീവിച്ചാൽ സ്വർഗത്തിൽ പോവും, ദോഷം പ്രവർത്തിച്ചാൽ നരകത്തിൽ പോകും. അപ്പോൾ യഹൂദനായാലും യവനനായാലും നമ്മൾ എന്ത് ചെയ്താൽ മതി? നന്നായാൽ പോരെ? ഇപ്പം മതം ഏതായാലും അത് അങ്ങനെയാണോ? ഈ പൗലോസ് പറഞ്ഞു വരുന്നത്? നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അങ്ങനെയല്ലേ തോന്നുന്നത്? നിങ്ങൾ യഹൂദനാണ്, നിങ്ങളുടെ ബൈബിൾ ഉണ്ട്, നിങ്ങൾ നീതിമാനാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ വിധിക്കുന്നു, അത് തന്നെ നിങ്ങൾ ചെയ്യുന്നു. അങ്ങനെയല്ലേ പൗലോസ് പറഞ്ഞു തുടങ്ങിയത്? എന്നിട്ട് പറയുകയാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീതി പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങളെല്ലാം നരകത്തിൽ പോകും.
നന്മ പ്രവർത്തിച്ചാൽ നിങ്ങൾ എല്ലാ സ്വർഗത്തിൽ പോകും. ദൈവത്തിന്റെ പക്കൽ മുഖോഷമില്ലാത്തത് കൊണ്ട് ദൈവം നിങ്ങൾ യഹൂദനാണോ യവനനാണോ നോക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പൊ മതം ഏതായാലും നിങ്ങൾ പറയണ്ട, ഉത്തരം നമുക്ക് വരാം, ഉത്തരത്തിലേക്ക് വരാം. ഓക്കെ, 11-ാം വാക്യം, 12-ാം വാക്യം. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്തവരൊക്കെയും യവനന്മാർ. അവിടെ പ്രമാണമില്ല, ബൈബിളില്ല. ഈ ബൈബിൾ ഇല്ലാതെ മോഷ്ടിച്ചവരൊക്കെയും എന്ത് പറ്റും? അവർക്ക് ന്യായപ്രമാണം കൂടാതെ തന്നെ, അത് കിട്ടാതെ തന്നെ നശിച്ചു പോകും. അപ്പം ബൈബിൾ ഇല്ലാതെ കള്ളം പറഞ്ഞവരെല്ലാം ബൈബിൾ ഇല്ലാതെ തന്നെ നശിച്ചു പോകും. അപ്പം നാട്ടിൻപുറത്തുള്ള സകല മനുഷ്യരും, പാപം ചെയ്ത് ജീവിക്കുന്ന സകല മനുഷ്യരും ബൈബിൾ ഇല്ലാതെ തന്നെ തിന്മ ചെയ്തു, ബൈബിൾ ഇല്ലാതെ തന്നെ അവരെല്ലാം നശിച്ചു പോകും. അപ്പം ന്യായപ്രമാണം കൂടാതെ തിന്മ ചെയ്തവരെല്ലാം ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. അടുത്ത വാക്യം, ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്തവരൊക്കെയും, അതായത് ബൈബിൾ കയ്യിൽ വെച്ചോണ്ട് പാപം ചെയ്തവരൊക്കെയും, ഓക്കെ, ഇതേ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ന്യായപ്രമാണം എന്താ പറയുന്നത്? അസൂയക്കാരും അത്യാഗ്രഹികളും എല്ലാം മരണയോഗ്യത എന്നാ പറയുന്നത്. അത് വെച്ച് തന്നെ വിധിക്കപ്പെടും. അപ്പൊ പാപം ചെയ്തു കഴിഞ്ഞാൽ അത് യഹൂദനായാലും യവനനായാലും പോക്കാണ്. ശരിയാണോ ഞാൻ പറഞ്ഞത്? നന്മ ചെയ്താൽ അത് യഹൂദനായാലും യവനനായാലും ദൈവം അവരോട് മുഖവശമില്ലാതെയാണ് പെരുമാറുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇനി നോക്കിയോ, ഒരു മനുഷ്യൻ ബൈബിൾ വെച്ചുകൊണ്ട് പാപം ചെയ്യുന്നു, അവൻ നരകത്തിലേക്ക് പോകുന്നു. ബൈബിൾ വെച്ച് നീതിമാനാകുന്നു, അവൻ സ്വർഗത്തിലേക്ക് പോകുന്നു. വേറൊരു മനുഷ്യൻ ബൈബിളും ഇല്ല, ഒന്നുമില്ല, ഒന്നും കേട്ടിട്ടുമില്ല, നല്ല മനുഷ്യനായിട്ട് ജീവിക്കുന്നു, സ്വർഗത്തിൽ പോകുന്നു, ചീത്ത ചെയ്യുന്നു, നരകത്തിലേക്ക് പോകുന്നു. ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം. അടുത്ത വാക്യം, ന്യായപ്രമാണം കേൾക്കുന്നവരല്ല. കേട്ടോണേ, ശ്രദ്ധിക്കണേ, ഇത് ഈ പൗലോസ് എന്ത് തോട്ട് പ്രോസസ്സിലേക്ക് വരുന്നത് ഞാൻ പറയുന്നത്. ന്യായപ്രമാണം കേൾക്കുന്നവരല്ല, പിന്നെയോ ദൈവസന്നിധി നീതിമാന്മാർ ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നു. അപ്പൊ കേട്ടാൽ പോരാ, നല്ല പ്രസംഗങ്ങൾ കേട്ടാൽ പോരാ, പിന്നെ എന്ത് വേണം? അത് ആചരിക്കണം. ന്യായപ്രമാണം ആചരിക്കുന്നവരാണ് എന്ത് ചെയ്യുന്നത്? സ്വർഗത്തിൽ പോകുന്നത്. സമ്മതിച്ചോ? ഇനി നമുക്ക് 1:29 ഒന്നുകൂടെ വായിച്ചു നോക്കണോ? ഏതാ? അത്യാഗ്രഹം, അസൂയ, പിണക്കം, കുശുമ്പ്. ഇനി അടുത്ത വാക്യം, ന്യായപ്രമാണമില്ലാതെ 14-ാം വാക്യം, ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്തിൽ ചെയ്യുമ്പോൾ. അപ്പോൾ അവർക്ക് സ്വാഭാവികം, ചില ആൾക്കാർ ജനിക്കുമ്പോഴേ ഭയങ്കര പാവങ്ങളാ അല്ലേ? അവർ കള്ളം പറയല, അവർ സൗമ്യമായിട്ട് സംസാരിക്കുള്ളൂ, ദേഷ്യം വരികയില്ല. എനിക്കൊരു സഹോദരനറിയാം, പുള്ളി ജീവിതത്തിൽ ദേഷ്യപ്പെട്ടി അങ്ങനെ ഇട്ടില്ല. ചെറുപ്പം തൊട്ടേ അങ്ങനെ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും അങ്ങനെയാ, രക്ഷിക്കപ്പെട്ട ശേഷം അങ്ങനെയാ. ഓക്കെ, ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ നല്ലവരായിട്ട് അവർ മാറുക അല്ലേ? ശരിയല്ലേ? ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവരുടെ ഉള്ളിൽ തന്നെ എന്തുണ്ട്? ഒരു പ്രമാണം എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രമാണം കയ്യിലുള്ളവരും ഉണ്ട്, പ്രമാണം ഉള്ളിൽ എഴുതപ്പെട്ടവരും ഉണ്ട് അല്ലേ? ശരിയല്ലേ? അവരുടെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം. ബൈബിൾ ഇല്ലാത്തവർക്ക് എന്തുണ്ട്? അപ്പൊ ദൈവത്തിന് ന്യായം വിധിക്കണമെങ്കിൽ എന്തു മതി? മനസാക്ഷി മതി. അവർക്ക് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ബൈബിൾ തന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ന്യായം വിധിക്കുന്നു പറയേണ്ട കാര്യമില്ല. കാരണം കൊലപാതകം പാപമാണെന്നും അത്യാഗ്രഹം പാപമാണെന്നും ഓൾറെഡി അവരുടെ മനസാക്ഷിയിൽ ദൈവം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, റെവലേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിനും നരകത്തിൽ പിടിച്ചിടാൻ ദൈവത്തിന് ന്യായമുണ്ട്. കാരണം എന്താണ്? ഇവർക്കെല്ലാം ഇത് അറിയാമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ആ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു അവർ അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നതായി കാണുന്നു. ഇതിനകത്തൊരു വലിയ വ്യത്യാസമുണ്ട്. ഇത് ന്യായപ്രമാണം എഴുതിയിരിക്കുന്നതല്ല, അത് നമ്മുടെ ഹൃദയത്തിലേ ഉള്ളൂ. ഇവരെഴുതിയിരിക്കുന്ന ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാണ്, അതായത് മോറൽ ലോസ്. രണ്ട് സാധനം. ന്യായപ്രമാണം, എൻ്റെ ന്യായപ്രമാണം ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ എഴുതുന്നത്, അതിപ്പോൾ നമുക്കാണ് ഉള്ളത്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത്, സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാണ്. ഈ ന്യായപ്രമാണം ഹൃദയത്തിൽ എഴുതുന്നതും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ഹൃദയത്തിൽ എഴുതുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇപ്പോൾ എനിക്ക് മോഷ്ടിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നു വിചാരിച്ചോ,
അതിനർത്ഥം എൻ്റെ ഹൃദയത്തിൽ ആ പ്രമാണം എഴുതിയിട്ടില്ല, ആ പ്രവൃത്തി മാത്രമേ എഴുതിയിട്ടുള്ളൂ. മോഷ്ടിക്കരുത് എന്ന പ്രവൃത്തി മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മോഷ്ടിക്കുന്നില്ല, പക്ഷേ എൻ്റെ ഉള്ളിൽ ആഗ്രഹം എപ്പോഴും കിടക്കുകയാണ്. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ എഴുതി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എൻ്റെ ഹൃദയത്തിലേ അത് വേണമെന്നേ ഇല്ല. എൻ്റെ ക്യാരക്ടറിനെയാണ് ദൈവം മാറ്റുന്നത്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, 16-ാം വാക്യം. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ ഈ മനസാക്ഷി എന്ന ഒരു ആംഗിൾ വെച്ചാണ് ദൈവം ഓരോരുത്തരെയും വിധിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവസാനം വിധിക്കാൻ വേണ്ടി ദൈവം ഉയർത്തുന്ന പുസ്തകം ഏതാ? ഈ സകല മനുഷ്യരുടെയും കയ്യിൽ എന്തുണ്ട്? ന്യായപ്രമാണമുണ്ട്. ഓക്കെ, 100 പേരുണ്ടെന്ന് വിചാരിച്ചോ. 20 പേരുടെ കയ്യിൽ ന്യായപ്രമാണമുണ്ട്, 80 പേരുടെ കയ്യിൽ മനസാക്ഷിയുണ്ട്. പക്ഷെ കർത്താവ് അവസാനം ഇവരെ 100 പേരെ വിധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം എന്തുവാ? ന്യായപ്രമാണമല്ല. ഒന്നുകൂടെ വായിച്ചേ. ഇപ്പൊ ഞാൻ വായിച്ച വാക്യം എൻ്റെ സുവിശേഷ പ്രകാരം. അതായത് ദൈവം അവസാനം ന്യായം വിധിക്കാൻ പോകുന്നത് എൻ്റെ സുവിശേഷ പ്രകാരമാണ്. ഈ സുവിശേഷം കൊണ്ട് ന്യായം വിധിക്കുമ്പോൾ പ്രത്യേകത എന്താണെന്നറിയോ? അതിനകത്ത് ഒരു നീതി വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. അത് വെച്ചാണ് ന്യായവിധി നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എത്ര പേര് രക്ഷപ്പെടുമായിരിക്കും? ഈ ഇത്രയും പേരിൽ ചില ആൾക്കാർ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ, വേറെ ചിലർക്ക് അത് മനസാക്ഷിയിൽ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ 200 പേരുടെ ഉള്ളിൽ നിയമമുണ്ട്, ചിലരുടെ കയ്യിൽ നിയമമുണ്ട്. ഓക്കെ, എന്നാൽ വിധിക്കപ്പെടുന്നത് ഇതിനേക്കാളൊക്കെ ഉന്നതമായ ആത്മീകമായ സുവിശേഷ പ്രകാരമാണ്. അപ്പോൾ ഇതിനകത്ത് എത്ര പേര് രക്ഷപ്പെടും? ഒരാൾ രക്ഷപ്പെടില്ല. അപ്പോൾ ലോകത്തിലെല്ലാവരും എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക? നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ നല്ല മനുഷ്യരെന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ഇതാണ് വേദവസ്തു നമ്മളെ പഠിക്കുന്നത്. അതായത് ന്യായപ്രമാണം കൊണ്ട് ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. അതേപോലെ തന്നെയാണ് മനസാക്ഷി. മനസാക്ഷിക്കും ഒരു ജഡത്തെ നീതീകരിക്കാൻ സാധിക്കില്ല. ഉദാഹരണത്തിന്, ഒരു മനുഷ്യൻ കള്ളു കുടിക്കുന്നില്ല. കള്ളു കുടിച്ചാൽ മദ്യപാനി സ്വർഗത്തിൽ പോവില്ല. അതുകൊണ്ടാണ് കള്ളു കുടിക്കാത്തത്. അപ്പോൾ സാരമില്ല മോനെ, കുടിച്ചോന്ന് പറയുകയാണെങ്കിലോ, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോവാം, കുടിച്ചോളാൻ പറഞ്ഞാലോ അവൻ പോയി കുടിക്കും. അതിനർത്ഥം എന്താ? അവൻ്റെ ഉള്ളിൽ നിയമമില്ല. അവൻ പേടിച്ചിട്ടാണ് കുടിക്കാത്തത്. അവൻ നീതിമാനായോ? നീതിമാനായില്ല. നിങ്ങളെ ക്ലാസ് റൂമിൽ എക്സാം എഴുതാനിരിക്കുന്നു. ടീച്ചർമാരാരുമില്ല, ഏറിയലില്ല, പുസ്തകം എടുത്തിരിപ്പുണ്ട്. നിങ്ങൾ കോപ്പി അടിക്കുമോ? അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിയമമില്ല. ടീച്ചർമാരെ പേടിച്ച് നീതിമാന്മാരെ അഭിനയിക്കുന്നതാണ്. പ്രവൃത്തികളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രവൃത്തികൾക്കൊന്നും നമ്മളെ നീതിമാന്മാരാക്കി മാറ്റാൻ പറ്റുന്നില്ല. ചില നല്ല പ്രവൃത്തികൾ ഉണ്ടാക്കിപ്പിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ നമ്മുടെ അകത്തെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലാവുന്നുണ്ടേ പറയുന്നത്? എനിക്ക് കേരളത്തിൽ ഇപ്പോൾ മുഴുവൻ AI ക്യാമറയാണ്. നിങ്ങൾക്കറിയാം AI ക്യാമറ? എവിടെ പോയാലും ഒരു ഫോട്ടോ എടുത്തു ഫൈൻ അടിക്കും. എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ട് ഇപ്പോൾ പോകുന്നു. എല്ലാവർക്കും ഹെൽമെറ്റ് ഉണ്ട്. ഭയങ്കര ഡീസൻ്റ് ആയിരിക്കും ഇപ്പോൾ മലയാളികൾ മുഴുവൻ. അവർ ശരിക്കും ഡീസൻ്റ് ആയതുകൊണ്ടല്ല, ഈ ക്യാമറ ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് എടുത്ത് മാറ്റി അറിയാൻ ഡീസൻ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ ക്യാമറ കുറേ പ്രവൃത്തികളെ തടഞ്ഞിട്ടുണ്ടെങ്കിലും ഇവന്മാരെ ആരും നന്നാക്കിയിട്ടില്ല. പിടികിട്ടില്ലേ? ന്യായപ്രമാണവും നിയമങ്ങളും കുറേ ആൾക്കാരെ കപടഭക്തിക്കാരായി അഭിനയിക്കുന്നവരാക്കി മാറ്റി എന്നുള്ളതല്ലാതെ ഇവരുടെ സ്വഭാവത്തെ മാറ്റിയിട്ടില്ല. 100 രൂപ വരുമാനം കിട്ടുമ്പോൾ 10 രൂപ എടുത്ത് ദശാംശം ഇടുന്ന ആൾ ഇടുന്ന എന്തുണ്ടെന്നറിയോ? ആ 100 രൂപയുടെ ബാക്കി 90 കാക്കപ്പെടാൻ വേണ്ടി, അതിനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയോ. ആ 90 രൂപയുടെ സ്നേഹം എടുത്ത് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ആ 10 രൂപ കൊടുക്കുമ്പോഴും ദ്രവ്യാഗ്രഹം ഉള്ളിൽ വർദ്ധിച്ചു വരുന്നല്ലാതെ കുറയുന്നില്ല. നമ്മൾ ഏത് പ്രമാണം വെച്ച് നോക്കിയാലും പ്രമാണം നമ്മൾ പ്രവൃത്തികളാൽ നോക്കുമ്പോൾ തന്നെ നമ്മൾ നീതീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കാം. എല്ലാ നിയമങ്ങളും അങ്ങനെയാ. ഇന്ത്യൻ ശിക്ഷാ നിയമമായാലും അങ്ങനെ. വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളിൽ ഒരു നിയമം ഇല്ലായിരുന്നു. കർത്താവ് പിടിച്ച് നരകത്തിലിട്ട് തീക്കകത്തിട്ട് കെടാത്ത പുഴുവും കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള നരകത്തിൽ കിടന്ന് പല്ല് കടിച്ച് ഉരുകി പോകുന്നുള്ളതുകൊണ്ട് മാത്രം ചെയ്യാത്തവന്മാരുണ്ട്. അപ്പോൾ അവരോർക്കുന്നത് വ്യഭിചാരം ചെയ്യാനൊക്കെ അവർക്ക് മോഹം ഉണ്ടായാൽ പോലും ഈ പുഴുവിനെ ഓർക്കുമ്പോൾ വേണ്ടെന്ന് വെക്കുന്ന, അല്ലാതെ ആള് നന്നായിട്ടല്ല.
ഇപ്പൊ ഭയപ്പെട്ട ഒരാൾ അനുസരിക്കുന്നത് അയാളെ നീതിമാനാക്കുന്നില്ല. അപ്പൻ കാണുമല്ലോ എന്ന് വിചാരിച്ച് പഠിക്കാൻ പേപ്പർ ബുക്ക് നോർത്ത് ഇങ്ങനെ ഇരിക്കുന്നവനെ പഠിക്കുന്നവനാക്കുന്നില്ല. അവൻ പഠിക്കുന്നവനാകണേ ഉള്ളിന്ന് തോന്നണം. അപ്പം ന്യായപ്രമാണമോ മനസാക്ഷിയിൽ എഴുതിയിരിക്കുന്ന ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളോ ആരെയും നീതിമാനാക്കുന്നില്ല, ആരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതുമില്ല. ന്യായപ്രമാണം തന്നെ അതിനകത്ത് എഴുതിയാൽ മാത്രമേ നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. ഈ പ്രമാണം നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിട്ടില്ല, പ്രമാണത്തിന്റെ പ്രവൃത്തികൾ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ മനസാക്ഷി എന്ന് പറയുന്നത്. ഓക്കെ, എത്ര പേർ സ്വർഗത്തിൽ പോകും? ഒരു നിശബ്ദത. ഓക്കെ, അപ്പോൾ ഇതാണ് പൗലോസ് ഈ ലേഖനങ്ങളിലൂടെ എല്ലാം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സുവിശേഷം എന്തുകൊണ്ട് ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു മക്കളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പൗലോസ് നടക്കുന്നത്. കാരണം നിവൃത്തിയില്ല, വേറൊരു വഴിയുമില്ല, ഒരുത്തരും രക്ഷപ്പെടില്ല. ന്യായപ്രമാണം കൈവച്ചുകൊണ്ട് നടന്നാലും രക്ഷപ്പെടില്ല, ഞാൻ നല്ല മനസാക്ഷിയുള്ളവനാന്ന് പറഞ്ഞാൽ രക്ഷപ്പെടില്ല. ക്രിസ്തുവിന്റെ സുവിശേഷം സകല ജനങ്ങളുടെ ഇടയിൽ എത്തണം, കാരണം അതല്ലാതെ രക്ഷപ്പെടാൻ വേറൊരു വഴിയുമില്ല. ഇത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് പൗലോസ് പറഞ്ഞൊരു വാക്യമുണ്ട്, ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല. അല്ലെ, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. റോമാലേഖനം 1:16 അല്ലെ. എന്തുകൊണ്ടാ ലജ്ജയില്ലാത്ത? അത് യഹൂദനെയും യവനനെയും രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. ന്യായപ്രമാണം യഹൂദന്മാരെ മാത്രം രക്ഷിക്കാൻ വേണ്ടി ഉണ്ടായ സാധനമായിരുന്നു, എന്നാലും രക്ഷപ്പെടുന്നുമില്ല. പൗലോസ് പറയാണ്, നിങ്ങൾ ന്യായപ്രമാണം പ്രസംഗിച്ചുകൊണ്ട് യഹൂദന്മാരുടെ നടക്കുമ്പോൾ യഹൂദന്മാർ പോലും രക്ഷപ്പെടുന്നില്ല. അത് തെളിയിക്കുന്നത്. പക്ഷെ എൻ്റെ കയ്യിലുള്ള സുവിശേഷത്തിന് യഹൂദന്മാരെയും രക്ഷിക്കാം, യവനന്മാരെയും രക്ഷിക്കാനുള്ള ശക്തിയുണ്ട്. അടുത്ത വാക്യം എന്താണെന്നറിയോ? ഈ ശക്തി എന്താന്നാ പറയുന്നത്? എന്താ അതിന്റെ ശക്തി? അതിൽ ദൈവത്തിന്റെ നീതി. ഇത്രയും നേരം മനുഷ്യന്റെ നീതിയാണ് ഈ പറയുന്ന മൊത്തം. ഇവിടെ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെട്ടു വരുന്നു. അപ്പൊ സുവിശേഷത്തിന് എങ്ങനെ ആൾക്കാരെ രക്ഷിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വേറൊരു നീതിയുടെ വെളിപ്പാടാണ് വരുന്നത്. അപ്പൊ മനുഷ്യരെത്ര നല്ലത് ചെയ്താലും നല്ലതാകുന്നില്ല, മനുഷ്യരെത്ര ശ്രമിച്ചാലും നല്ലതാകുന്നില്ല. കാരണം നമ്മൾ ജനിക്കുമ്പോഴേ നമ്മൾ പാപത്തിന്റെ അടിമകളായിട്ടാണ് ജനിക്കുന്നത്. മനസ്സിലായി? ഇത് എന്താ പാപം എന്നും കൂടെ ഒന്ന് വിശദീകരിക്കാം. അപ്പോൾ ഇത് എത്ര ഡീപ്പായിട്ട് കിടക്കും. നമുക്ക് ആദമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ വെച്ചാണ് പാപം ഉദ്ഘാടനം ചെയ്തത്, അല്ലേ? ശരിയല്ലേ? ഇപ്പൊ കർത്താവ് അവരോട് പറഞ്ഞായിരുന്നു, നീ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്. ഞാൻ കഴിഞ്ഞ 5-6 വർഷം മുമ്പ് വന്നപ്പം പ്രസംഗം ചെയ്താ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലാന്ന് എനിക്കറിയാം. തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ആ മരത്തിന്റെ ഫലം നന്മ തിന്മകളുടെ അറിവ് തരുന്ന ഫലമായിരുന്നു, അല്ലേ? അപ്പൊ നന്മ തിന്മകളുടെ അറിവ് നമുക്ക് അത്യാവശ്യമാണോ അല്ലയോ? അത്യാവശ്യമാണ്. അപ്പൊ ഈ പഴം തിന്നാൽ നമുക്ക് എന്ത് കിട്ടും? നന്മ തിന്മകളുടെ അറിവ് കിട്ടും. പക്ഷെ ദൈവം പറഞ്ഞു, നീ അത് തിന്നണ്ട, നീ തിന്നാ മരിച്ചു പോകും. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറഞ്ഞത്? നമ്മുടെ വീട്ടിൽ നന്മ തിന്മകൾ തിരിച്ചറിയുന്ന ഒരു മരം ഉണ്ടായിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ പിള്ളേർക്ക് പറിച്ചു കൊടുക്കുമായിരുന്നു. കാരണം വിവരമില്ലാതെ അവന്മാർ കാണിച്ചു വെക്കുന്ന ഓരോ മണ്ടത്തരങ്ങൾ. ആ പഴം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനം പോയി കിടന്നു. കാരണം ഇവരാ പഴം വെച്ച് നന്മ ചെയ്ത് ജീവിച്ചോളൂ, അല്ലേ? ഈ പഴം തിന്നാത്ത കുഞ്ഞു പിള്ളേർക്ക് എന്ത് പ്രയാസം വരെ നോക്കാൻ. അവർക്ക് നന്മ അറിയത്തില്ല, തിന്മ അറിയത്തില്ല, ആകെ അപ്പനെ അമ്മയെ അറിയത്തുള്ളൂ. പിന്നെ മനസ്സിൽ വരുന്നെല്ലാം ജീവൻ ചെയ്യും. അപ്പം നന്മയും തിന്മയും അറിയാമായിരുന്നെങ്കിൽ ഇവരെവിടെയെങ്കിലും വിട്ടാൽ നമുക്ക് സമാധാനമായിട്ട് ജോലിക്ക് പോകാമല്ലായിരുന്നു. അപ്പം നിങ്ങളുടെ വീട്ടിലൊരു നന്മ തിന്മയുടെ മരം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനകത്ത് ഒരെണ്ണം പറിച്ച് പിള്ളേർക്ക് കൊടുക്കൂലേ? ദൈവം എന്തിനാ ഇവരോട് തിന്നരുതെന്ന് പറഞ്ഞു? ദൈവം തിന്നരുതെന്ന് പറയാനുള്ള കാരണം ആ പഴത്തിനൊരു വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ പഴം കൊണ്ട് മരണം ഉണ്ടാകുമായിരുന്നു. എന്ത് മരണം ഉണ്ടാകുമെന്നറിയാമോ? ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ ആത്മാവും ദേഹിയും ദേഹവും ഉണ്ടായിരുന്നു. ആത്മാവ് എന്തിനു വേണ്ടിയുള്ളതാ? ദൈവത്തെ അറിയാൻ വേണ്ടിയുള്ളതാ. ഈ പ്രാണൻ എന്തിനു വേണ്ടിയുള്ളതാ? ദേഹി ലോകത്തെ അറിയാൻ വേണ്ടിയുള്ളതാ. അതായത് നമ്മുടെ ഓർമ്മശക്തി, ജ്ഞാനം, അതുപോലെ എന്താ പറയുക, ഇഷ്ടങ്ങൾ, അതുപോലെ നമ്മുടെ വികാരങ്ങൾ, ഇതെല്ലാം ദേഹിയിലാണ്. ശരിയല്ലേ? പ്രാണൻ, ഇൻ്റലിജൻസ്, മെമ്മറി, ഇതെല്ലാം ദേഹിയിലാണ്. ഓക്കെ, നമ്മൾ പഠിച്ചെടുക്കുന്ന ജീവിത പാഠങ്ങൾ, ചെറുപ്പം തൊട്ടേ പഠിക്കുന്ന പാഠങ്ങളുണ്ടല്ലോ, ഒത്തിരി കാര്യങ്ങൾ. നമ്മൾ പണം ഇല്ലാത്തവനെ എന്തിനു കൊള്ളാം, നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചതാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തവനെ ആർക്ക് വേണം, ചെറുപ്പത്തിലെ പഠിച്ചതല്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഒന്നും?
പയ്യെ തിന്നാൽ പനയും തിന്നാം. ചെറുപ്പത്തിൽ പഠിച്ചല്ലേ? ഒത്തുപിടിച്ചാൽ മലയും പോരും. ഒക്കെ ചെറുപ്പകാലത്ത് പഠിച്ച തത്വങ്ങളാണ്. ഇതൊക്കെ എവിടെ പഠിച്ചത്? ആത്മാവിലാണോ പ്രാണനിലാണോ? പ്രാണനിൽ, ബുദ്ധിയിൽ അല്ലേ? ഇതെല്ലാം ബുദ്ധിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഏദൻ തോട്ടത്തിൽ വെച്ച് ആദമിന് നന്മ തിന്മകളെ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവില്ലായിരുന്നു. അതായത് പ്രാണനിലല്ല അവർ ജീവിച്ചത്. പിന്നെ ദൈവത്തെ കണ്ട് ദൈവം പറഞ്ഞ കേട്ട് ആത്മാവിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായോ? അപ്പൊ സാത്താൻ എന്ന് പറയാണ്, നീ എപ്പോഴും ആത്മാവിൽ ദൈവം പറയുന്ന കേട്ടോണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നീ എന്നും ദൈവത്തിൻ്റെ ഒരു അടിമയായിരിക്കും. നിനക്ക് നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എപ്പോഴും എന്ത് വേണ്ടി വരും? ദൈവം വേണ്ടി വരും. നിനക്ക് രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കണമെന്ന് തീരുമാനിക്കണമെങ്കിൽ ദൈവം വേണ്ടി വരും. എത്ര ഭയങ്കര അടിമത്തമാണ്. അതുകൊണ്ട് ഈ പഴം തിന്നു കഴിഞ്ഞാൽ ദൈവമില്ലാതെ തന്നെ നിനക്ക് നന്മയും തിന്മയും മനസ്സിലാവും. അപ്പോൾ നിനക്ക് ഇന്ന് ചർച്ചിൽ പോകണോ വേണ്ടോ തീരുമാനിക്കാൻ ദൈവത്തോട് ചോദിക്കേണ്ടി വരികയില്ല. ഈ ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുമ്പോൾ ദൈവത്തോട് ചോദിക്കേണ്ടി വരില്ല. രാവിലെ എഴുന്നേറ്റ് ദോശ വേണോ ഇഡ്ഡലി വേണോ എന്ന് ദൈവത്തോട് ചോദിക്കേണ്ടി വരില്ല. എല്ലാം നമുക്ക് തന്നെത്താൻ ചെയ്യാം. നമ്മൾ തന്നെ നമ്മുടെ ദൈവമായി മാറും. അപ്പോൾ ആത്മാവ് ഇനി ആവശ്യമില്ല. കാരണം ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്നില്ല. നമ്മൾ ബുദ്ധി കൊണ്ട് ജീവിക്കാൻ പോവാം. ഈ ബുദ്ധി കൊണ്ട് ജീവിക്കാൻ അവർ തീരുമാനിച്ചതോടുകൂടി ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവർ കട്ടായി. ഇനി ഇവർക്ക് നല്ല പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും, പക്ഷെ ദൈവത്തെ കാണാൻ പറ്റില്ല. ചീത്ത പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും, നല്ല പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും, പക്ഷെ അവർക്ക് ആത്മാവിൽ ഡെഡാ. മനസ്സിലായോ? എത്ര നല്ല പ്രവൃത്തി ചെയ്താലും ഈ ആത്മാവ് മരിച്ചത് കൊണ്ട്, ദൈവമായിട്ടുള്ള ഫെലോഷിപ്പ് കട്ടായി പോയത് കൊണ്ട്, ആത്മാവിൽ ദൈവത്തെ അറിയാൻ പറ്റാത്തത് കൊണ്ട് ദൈവത്തെക്കുറിച്ച് കുറെ സങ്കല്പങ്ങൾ മാത്രമാണ് മനുഷ്യർക്കുള്ളത്. അപ്പൊ ഈ പഴം തിന്ന ആളുകളുടെ എല്ലാം ഉള്ളിൽ വാഴുന്നത് അവരുടെ ഇഷ്ടങ്ങളാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം നമ്മുടെ ഇഷ്ടങ്ങൾ വെച്ചിട്ടാണ്. ശരിയല്ലേ? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, കല്യാണം കഴിക്കാൻ പോകുമ്പോൾ എന്ത് നോക്കിയാ കല്യാണം കഴിക്കുന്നത്? പണം, വിദ്യാഭ്യാസം, പിന്നെ ജാതി. ജാതി ഈ പെന്തക്കോസുകാരെ പോലെ ജാതി നോക്കുന്ന ആൾക്കാർ ലോകത്തൊരിടത്തുമില്ല. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നോട് പറഞ്ഞാണ്, ആലോചനകൾ വരും, പക്ഷെ ആലോചന വന്നു കഴിയുമ്പം ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്നെന്ന് അറിയുമ്പം അവർ നേരെ തിരിച്ചടിച്ചിട്ടാണ് ചെന്ന് പോകും. പിന്നെ എന്താ ആത്മാവ്? എന്തിനാ ഇവരുടെ സുവിശേഷം പറയുന്നത്? ഈ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് ഒരു കുട്ടി വിശ്വാസത്തെ സ്വീകരിച്ച് അകത്ത് വന്നു. അപ്പം നമ്മൾ ഈ മറ്റ് മതക്കാര്, പഴയ പരമ്പരാഗത ക്രിസ്ത്യാനികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു പയ്യനെ കൊണ്ട് അവിടെ കെട്ടിക്കില്ല. അവരുടെ സമൂഹത്തിൽ നിന്നും തലമുറയിൽ നിന്നും നാട്ടിൽ നിന്നും ഓരോ ഒറ്റയ്ക്ക് കർത്താവിനോട് ഇറങ്ങി പോരുകയും ചെയ്തു. നമ്മളൊട്ട് വീട്ടിൽ കയറ്റത്തുമില്ല. അവരുടെ വീടിനോട് ടാറ്റ പറഞ്ഞ് അവരവരെ ഇറക്കി വിട്ടു, പോടി എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. ഈ കുട്ടി വന്ന് ചർച്ചുകാർ നോക്കുവോ? ഇല്ല. എത്ര പേരങ്ങനെ അനാഥരായി പോകുന്നറിയോ? കല്യാണം കഴിക്കില്ല. എന്നാൽ പിന്നെ സുവിശേഷം പറയാൻ പോകാതിരിക്കണ്ടേ? അന്നേരം സുവിശേഷത്തിന് വേണ്ടിയുള്ള ഭാരം എന്ന് പറഞ്ഞ് പോയി പറയുകയും ചെയ്യും. ഇവരെല്ലാവരും വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റത്തില്ല. അവരവിടെയും ഇല്ല, ഇവിടെയും ഇല്ലാത്ത അവസ്ഥയിൽ ഒത്തിരി പേരുണ്ട്. ഇന്നത്തെ സഭയിൽ ക്രിസ്തുവിൻ്റെ യാതൊരു സ്നേഹവും കാണുന്നില്ല. ഈ ജാതിയും മതവും വർഗവും നോക്കിയുള്ള പാരമ്പര്യങ്ങൾ നോക്കിയുള്ള ദൈവഹിതങ്ങളാണ്. ഒരു ദൈവം പറയുന്ന പോലും പാരമ്പര്യം നോക്കി. അതാണ് എനിക്ക് ഏറ്റവും അത്ഭുതം. ദൈവം പറയാം, നിനക്ക് നിന്റെ സമുദായം, കഴിഞ്ഞ ദിവസം പറയാം, നിന്റെ സമുദായത്തിൽ തന്നെ ഒരാളെ തരാൻ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ കർത്താവ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും, ഇവന്റെ സമുദായത്തിൽ നിന്ന് അടുത്തന്നെ കിട്ടണമല്ലോ. ഇത് ദൈവഹിതമാണോ? ദൈവഹിതമാണോ ഇപ്പം നമുക്ക് മനസ്സിലായി. അടുത്ത ലെവൽ അതാ, അടുത്ത ഭാഗം അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ദൈവത്തെ നമ്മൾ അന്വേഷിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, 2-ാം അധ്യായത്തിൽ പറയുന്നത്, എൻ്റെ അവസാനം പറയാണ്, ഒരു മിനിറ്റ്. ഓക്കെ, അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ എൻ്റെ സുവിശേഷ പ്രകാരം വിധിക്കുന്ന നാളിൽ തന്നെ. അപ്പൊ താഴോട്ട് 17 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് യഹൂദന്മാർ എങ്ങനെയാണ് ജാതികൾ ചെയ്യുന്ന അതേ പാപങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കത് കുറച്ച് മുമ്പോട്ട് കൊണ്ടുപോകാം. ഓക്കെ, 9-ാം വാക്യം 3:9 വായിക്കാം. എന്താ പറയുന്നത് നോക്കിയേ. അപ്പോൾ 2 തരത്തിലുള്ള ആൾക്കാർ ലോകത്തുണ്ട്. ഒരു കൂട്ടര് മനസാക്ഷിയുള്ളവരും വേറെ കൂട്ടര് ന്യായപ്രമാണമുള്ളവരും. ഇവർ രണ്ടുപേരും പാപികളാണ് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് പൗലോസ് പറയുന്നത്. നോക്കാം 9-ാം വാക്യം. ആകയാൽ എന്ത്? ശ്രദ്ധിക്കണേ, നമുക്ക് വിശേഷതയുണ്ടോ? ആർക്കാ? യഹൂദന്മാർക്ക് വിശേഷതയുണ്ടോ? അടുത്തത്, അശേഷമില്ല. അടുത്ത വാക്യം, യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിൻ കീഴാകുന്നുവെന്ന് നാം
മുമ്പേ തെളിയിച്ചുവല്ലോ. അപ്പൊ ഈ 2-ാം അധ്യായത്തിൽ എന്താ പൗലോസ് തെളിയിച്ചത്? യഹൂദനായാലും യവനനായാലും നാം എല്ലാവരും പാപത്തിന് കീഴെ അടിമകളാണ് എന്ന് നമ്മൾ തെളിയിച്ചുവല്ലോ. അപ്പൊ യഹൂദന് വ്യത്യാസമൊന്നുമില്ല, യവനന് വ്യത്യാസമൊന്നുമില്ല, പെന്തക്കോസുകാരനും വ്യത്യാസമൊന്നുമില്ല. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ജീവിക്കുന്നിടത്തോളം കാലം ഒരു വ്യത്യാസവും ഇല്ല. അടുത്തത്, നീതിമാൻ ആരുമില്ല. ഒറ്റ ഒരു നീതിമാൻ പോലുമില്ല. അടുത്തത്, നീതിമാനല്ല ഞാനെന്ന് ഗ്രഹിക്കുന്നവനും ഇല്ല. അപ്പൊ നിങ്ങൾ ആരെങ്കിലും നീതിമാൻ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല. കഴിഞ്ഞ ദിവസം 10-75 വയസ്സായ ഒരാളുടെ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും പാപം ചെയ്താട്ടോ മാനസാന്തരം വന്നായിട്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഇന്നേ ഒരു പാപവും ഒരിക്കലും ചെയ്തിട്ടില്ല. പ്രായം അത്ര ആയിട്ടില്ലാത്തതുകൊണ്ട് ചിലപ്പം ഇനി പാപം ചെയ്യാനുള്ള സമയമായി വരുന്നേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ പാപബോധം എന്ന് പറയുന്നത്, ഞങ്ങൾ പാപികളാണെന്ന് തോന്നുന്നില്ല, ഗ്രഹിക്കുന്നില്ല. എനിക്ക് എന്താ കുഴപ്പമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അടുത്തത്, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. ഇത് നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ പല സാക്ഷ്യത്തിലും കേട്ടിട്ടുണ്ട്, ജീവനുള്ള ദൈവമുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. കേട്ടിട്ടില്ലേ? അപ്പോൾ ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? പക്ഷേ വേദപുസ്തകം പറയുന്നു ഒരാളും ദൈവത്തെ അന്വേഷിക്കുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നറിയോ? ദൈവത്തെ അന്വേഷിക്കാൻ ഒരു മനുഷ്യനും സാധിക്കില്ല. കാരണം നമ്മൾ കള്ളന്മാരും ദൈവം ന്യായാധിപതിയുമാണ്. ഇവിടുത്തെ പാസ്റ്റർ ഈ നാട്ടിലെ പോലീസുകാരനും ഞാനിവിടുത്തെ അറിയപ്പെടുന്ന കള്ളനോ എന്ന് വിചാരിച്ചോ ഒരു നിമിഷം. ഇപ്പോൾ പാസ്റ്റർ ഒന്ന് ചോദിക്കാം, ആ തടിയനെ ഇവിടെ എങ്ങാനും കണ്ടായിരുന്നോ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും, ഇത്തിരി മുമ്പ് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് പറയും. ഇദ്ദേഹം എന്തിനാ എൻ്റെ പിന്നാലെ വരുന്നേ? എന്തിനാ വരുന്നേ? എന്നെ പിടിക്കാനാണ് വരുന്നേ. ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കുമോ, ഒരു പോലീസുകാരൻ ഇതിൽ വരുന്ന കണ്ടായിരുന്നോ ചോദിക്കും. ഞാൻ എന്തിനാ ചോദിക്കുന്നേ? അപ്പോൾ ഈ പാപിയായ മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലുമോ? ന്യായാധിപതിയായ ദൈവമേ ഞാനൊരു പാപിയാണ് എന്ന് പറഞ്ഞ് ചെല്ലുമോ? ചെല്ലില്ല. ആർക്കും ചെല്ലാൻ പറ്റില്ല. നിങ്ങൾ കേരളത്തിലാണെന്ന് സങ്കല്പിക്കുക, നിങ്ങളൊരു വളവ് വളഞ്ഞ് ഇങ്ങനെ ബൈക്കിൽ പോവാണ്, ഹെൽമെറ്റും ഇല്ല, ബുക്കും ലൈസൻസും ഒന്നുമില്ല. അപ്പോൾ എതിരെ ഒരാൾ വരുവാണ്, ഫ്രണ്ട് എതിരെ വന്നിട്ട് പറയാണ്, അപ്പുറത്തെ വളയിൽ പോലീസുകാരുണ്ട് കേട്ടോ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? വണ്ടി ഉരുട്ടിക്കൊണ്ട് പോയാൽ കുഴപ്പമില്ല, പോലീസ് പിടിക്കില്ല. ഉന്തിക്കൊണ്ട് പോകുന്നതിനെ പിടിക്കാൻ വകുപ്പില്ല. 2, വേറെ ഷോർട്ട് കട്ട് വഴി ചാടിപ്പോവാം അല്ലേ? ആരെങ്കിലും പറയാം പോലീസുകാരുണ്ടോ? എൻ്റെ ലൈസൻസും ഹെൽമെറ്റൊന്നും ഇല്ലെങ്കിലും അവരോടൊന്ന് സംസാരിച്ചിട്ട് കുറച്ച് നാളായി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരുത്തൻ ആ വഴി പോവില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെന്നാണ്. പക്ഷെ നമ്മൾ അന്വേഷിക്കുന്ന ദൈവത്തെ അല്ല, നമ്മുടെ പ്രശ്നങ്ങളുടെ ഒരു പരിഹാരമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഉദാഹരണത്തിന് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഈ അപ്പോസ്തലന്മാരെല്ലാം കൂടെ, അന്നത്തെ ആദ്യകാല അപ്പോസ്തലന്മാർ മീൻ പിടിക്കുന്ന ഒരു സീനുണ്ട്. ഈ മീൻ പിടിക്കുന്ന സമയത്ത് രാത്രി മുഴുവൻ അവർ വല വീശി ഒരു മീൻ പോലും കിട്ടില്ല. രാവിലെ കർത്താവ് എടുത്തിട്ടെന്ന് പറഞ്ഞു, നീ ആഴത്തിലേക്ക് നീക്കി വല വീശാൻ പറഞ്ഞപ്പം അവർ വല വീശി. പെരുത്ത മീൻകൂട്ടം അവരുടെ വലയിലകപ്പെട്ടു. ഈ പെരുത്ത മീൻകൂട്ടം വലയിലകപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല സാക്ഷ്യമാണ്. എങ്ങനെ സാക്ഷ്യം പറയുന്നറിയോ? നിങ്ങൾ പെരുത്ത മീൻകൂട്ടമൊക്കെ വിറ്റ് ചന്തയിൽ പോയി ഇഷ്ടംപോലെ പൈസയൊക്കെ മേടിച്ച് ഒരു 10,000 രൂപ കിട്ടിയെന്ന് വിചാരിച്ചോ. അതിൽ 1000 രൂപ ഭാഷണ ദശാംശമൊക്കെ കൊണ്ടുവന്ന് കവർന്നതിട്ട് പേരൊക്കെ എഴുതി, പ്രത്യേകിച്ച് പേരെഴുതണോട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗമ വരില്ല, അതൊക്കെ എഴുതി കൊടുത്തിട്ട് നിങ്ങളുടെ സാക്ഷ്യം പറയും. ഒരു മീൻ പോലും ഇല്ലാതെ, ഒരു 5 പൈസ പോലും ഇല്ല, ഞാൻ കഷ്ടപ്പെട്ടപ്പോഴാണ് കർത്താവിനോട് പറഞ്ഞു, നീ ആഴത്തിലേക്ക് നീക്കി വല വീശിയപ്പോൾ എനിക്ക് 1000 മീനുകൾ തന്ന കർത്താവ് അനുഗ്രഹിച്ചു. ഇങ്ങനെ അനുഗ്രഹിക്കുന്നവനായ ഒരു ദൈവം നമ്മളുടെ, കേട്ടില്ലേ ഇത്? നിന്റെ പടകിൽ യേശു ഉണ്ടെങ്കിൽ വൈബ്രേഷൻ, കേട്ടില്ലേ ഇത്? അപ്പൊ നമ്മൾ ആരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? യേശുവിനെയാണോ മീനിനെയാണോ? ആരന്വേഷിക്കുന്നത്? മീനിനെയാ. പത്രോസിന് ഗതിയില്ലായിരുന്നു പറയാൻ കാരണം, അല്ലെ രാത്രി 3-നും 4-നും 2-നും ഒന്നും ഈ മീൻ പിടിക്കാൻ നടക്കില്ല. ഒന്ന് പോയി കിടന്ന് ഉറങ്ങാന്ന് വിചാരിക്കില്ല. ഇവനും വീട്ടിലൊരു നയ പൈസ ഇല്ലാത്തവനാണ്. രാത്രി മുഴുവൻ വല വീശിയിട്ട് രാവിലെ കർത്താവ് പറഞ്ഞപ്പം ഒന്നും കൂടെ വീശി നോക്കാമെന്ന് വിചാരിക്കാൻ കാരണം വേറെ നിവൃത്തിയില്ല, അത്ര പൊളിഞ്ഞിരിക്കുക. അന്നേരം നമുക്ക് വേണ്ടത് കർത്താവല്ല, മീനാണ്. ശരിയാണോ ഞാൻ പറഞ്ഞത്? അപ്പൊ നമ്മുടെ പ്രവാചകന്മാരല്ല എന്ന് പറയുന്നത്, നിന്റെ പടകിൽ യേശു ഉണ്ടെങ്കിൽ നിനക്ക് മീൻ കിട്ടും. യേശു ജസ്റ്റ് ഒരു ഇൻസ്ട്രുമെന്റ്. യേശുവിനെ വെച്ച് നിനക്ക് എന്തുണ്ടാക്കാം? പിന്നെ ഒരു കാര്യമുണ്ട്, മീൻ ഇഷ്ടം പോലെ കിട്ടിക്കഴിഞ്ഞാൽ നീ കർത്താവിൻ്റെ ഒന്ന് പറയുന്നത് എന്നായിരിക്കും അറിയോ? കർത്താവേ, നാളെയും
നീ എൻ്റെ ബിസിനസ്സിൽ ചേരണം, നിന്നെ ഫ്രീ ആയിട്ട് ഞാൻ പാർട്ട്ണറാക്കിയിരിക്കുന്നു. എങ്ങനെ കച്ചവടം നടത്തുമെന്ന് നീ എനിക്ക് പറഞ്ഞു തന്നു. എവിടെ വല വീശണം, ആരെ പിടിച്ചോണ്ട് വരണം, എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞു തരികയാണെങ്കിൽ 100 അയല എനിക്ക് കിട്ടിയാൽ അതിൽ 10 പിടയ്ക്കുന്ന അയല നിനക്കുള്ളതാണ്. അപ്പൊ കർത്താവ് പറയാണ്, നീ എനിക്ക് 10 എണ്ണം കൃത്യമായിട്ട് തരുമോ? തരും. 9 പോവോ? ഇല്ല. അപ്പം ഞാൻ നിന്റെ കൂടെ ബിസിനസ്സിനുണ്ട്. എങ്ങനെയുണ്ട് ഈ കർത്താവ്? എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ല ഇതിനകത്ത്. അപ്പൊ ആൾക്കാർ അന്വേഷിക്കുന്നത് എന്തുവാ? പറ, എന്താ? മീൻ. ഇനി നിങ്ങൾ ഒരു പന്തിന് മുകളിൽ കൂടെ നടക്കുന്ന ഒരു ഉറുമ്പിനെ സങ്കല്പിച്ച് നോക്കിയേ. ഉറുമ്പ് നേരെയല്ലേ പോകുന്നത്? ഉറുമ്പ് നോക്കുമ്പോൾ ഞാൻ ഉറുമ്പാന്ന് വിചാരിച്ച ഉറുമ്പ് നേരെ പോകുന്നത്. ഭൂമി ഉരുണ്ടല്ലേ ഇരിക്കുന്നത്. ഇപ്പൊ ഭൂമിയുടെ മുകളിൽ കൂടെ നടക്കുമ്പോൾ ശരിക്കും വളഞ്ഞാ പോകുന്നത്. നമ്മൾ വിചാരിക്കുന്നത് എന്താ? നേരെ നടന്നേന്നാ. പക്ഷെ നമ്മൾ കുറേ ദൂരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നടന്ന് നമ്മൾ ഇവിടെ തന്നെ തിരിച്ചു വരും. നമ്മൾ വളഞ്ഞാ പോയത്. ഈ ദൈവത്തെ അന്വേഷിച്ച് നമ്മൾ വളഞ്ഞേ നമ്മൾ പോവുള്ളൂ. വളഞ്ഞു പോയി അവസാനം നമ്മുടെ ആഗ്രഹങ്ങളിലേക്കാണ് വരുന്നത്. എൻ്റെ മക്കളെ അമേരിക്കയ്ക്ക് വിടുന്ന ദൈവം, ആ ദൈവം, എൻ്റെ സ്വഭാവം തന്നെയാണ്. ഞാൻ തന്നെയാണ് ആശാൻ. പണ്ട് പിശാച് പറഞ്ഞില്ലേ, നിന്നെ ഞാൻ ദൈവമാക്കാന്ന്. ഈ ഞാൻ ദൈവമെന്ന് വിളിക്കുന്ന എൻ്റെ ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരമാണ്. മനസ്സിലായി ഞാൻ പറയുന്നത്? ഇപ്പൊ ദൈവത്തെ അല്ല, നമ്മൾ നമ്മളെ തന്നെയാണ് അന്വേഷിക്കുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പം ഇങ്ങനെ വിചാരിച്ചോ, കർത്താവേ എൻ്റെ പിള്ളേരെ കാനഡയ്ക്കുള്ള വിസ ശരിയാക്കി തരണമേ, കാനഡയ്ക്കുള്ള വിസ ശരിയാക്കി തരണമേ. പ്രാർത്ഥിച്ച് ജയം എടുക്കാറായപ്പോഴാണ് ഒരുത്തൻ പറയുന്നത്, ജയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പ്രഭുക്കൾ അവിടെ തടുത്തു, അന്ധകാരത്തിനെല്ലാം ശാസിച്ച് അടുത്ത് വന്നപ്പോഴാണ് വേറൊരാൾ പറയുന്നത്, അതിനേക്കാളും നല്ലത് ഓസ്ട്രേലിയക്ക് പോകുന്നതാണ്. അപ്പം ഞാൻ പ്രാർത്ഥന മാറ്റി, കർത്താവേ ഓസ്ട്രേലിയയിലോട്ട് പോകാൻ ഇതുള്ള തടസ്സങ്ങളെ ശാസിക്കുന്നു. പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താ? കാനഡയിൽ പോകണമെന്നാണ്, ഓസ്ട്രേലിയ പോകണമെന്നാണ്? എൻ്റെ ഇഷ്ടം തന്നെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടവും. ഞാൻ തന്നെയാണ് അത്. ഞാൻ എന്ത് ഇച്ഛിക്കുന്നോ അത് സാധിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നത്. ശരിയാണോ ഞാൻ പറഞ്ഞേ? ഇനി അതും പോട്ടെ, അയൽവക്കക്കാരൻ എനിക്ക് വല്ലാത്ത ദോഷം ചെയ്യുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ ഞാൻ അവനെതിരെ പ്രാർത്ഥിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവനെ നീ അനുഗ്രഹിക്കണമേ. നീ അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. അടി കൊടുത്തിട്ടായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നല്ല വിഷമമുണ്ട്, വെളി പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്യും, നീ എന്നോട് കളിക്കുന്ന സൂക്ഷിച്ച് വേണം, ദൈവം നിനക്കിട്ട് പൊട്ടിയിട്ട് തരും, അടിക്കും. കേട്ടില്ലേ? ഇത് മിക്കവാറും സ്റ്റേജ് എന്ന് പറയുന്നവരാണ് കൂടുതൽ പറയുന്നത്. അവരെ തൊട്ട് കഴിഞ്ഞാൽ ദൈവം അടിക്കാൻ വരും. കാരണം അവരുടെ ഗുണ്ടയാണ് അവർ ദൈവം എന്ന് സങ്കല്പിച്ചിരിക്കുന്നത്. അവരടിക്കാൻ പോകുമ്പോൾ അടിക്കുകയും അവർ വെറുക്കുന്നവരെല്ലാം വെറുക്കുകയും അവരുടെ ശത്രുക്കളെല്ലാം തവിടുപിടിയാക്കാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന അവരുടെ തന്നെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ. ചിലർ ദുഷ്ടന്മാരായിരിക്കും, ചിലർ നല്ലവരായിരിക്കും. നല്ലവർക്ക് നല്ല ദൈവം, ചീത്ത ആൾക്കാർക്ക് ചീത്ത ദൈവം. എല്ലാവർക്കും അവരവരുടെ സ്വഭാവത്തിന് പറ്റിയ ദൈവങ്ങളുണ്ട്. ഇതാണ് ദൈവത്തെ അന്വേഷിച്ച് പോയ മനുഷ്യരുടെ അവസ്ഥ. അവസാനം ഹിന്ദുക്കൾ കണ്ടുപിടിച്ചു, ഇങ്ങനെ ഓരോരുത്തന്മാർ ദൈവത്തെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാലുള്ള കുഴപ്പം, ചില ആൾക്കാർ അവരുടെ സ്വഭാവം ദുഷ്ട സ്വഭാവമാണെങ്കിൽ ദുഷ്ടനായൊരു ദൈവത്തെ കണ്ടുപിടിക്കും. അവരാൾക്കാരെ വെട്ടി കൊല്ലും, ബോംബ് വയ്ക്കും, വ്യഭിചാരം ചെയ്യും, അങ്ങനെയുള്ള ദൈവത്തെ കണ്ടുപിടിക്കും. വേറെ ചില കുറച്ച് നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിൽ കുറച്ച് നല്ല ദൈവത്തെ കണ്ടുപിടിക്കും. അങ്ങനെ ദൈവങ്ങൾക്കെല്ലാം പല സ്വഭാവമായിട്ട് മാറും. അങ്ങനെയല്ലേ ലോകത്ത് സംഭവിച്ചേക്കുന്നത്? ശരിയല്ലേ? ബൈബിൾ എത്ര കറക്റ്റ് അല്ലേ? അപ്പം ഹിന്ദുക്കൾ പറഞ്ഞു, ഈ ദൈവം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, നിർഗുണ പരബ്രഹ്മം എന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ പ്രശ്നമില്ല. കാരണം അവനവനെ തന്നെ അന്വേഷിച്ച് വരുമ്പോൾ ഒന്നും കാണരുത്. കണ്ടു കഴിഞ്ഞാൽ അതിനെ ദൈവം എന്ന് വിളിക്കും. അതുകൊണ്ടാണ് ഹിന്ദുക്കളുടെ ദൈവം അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ബ്രഹ്മം, നീ തന്നെയാണ് അത്, തൗ ആർട്ട് ദാറ്റ്, തത്വമസി എന്ന് പറയുന്നതിനർത്ഥം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ച് ചെല്ലുന്ന നിങ്ങളെ തന്നെയാണ്, അതിലൊന്നും ഇല്ലെന്ന്. പക്ഷെ നമ്മളൊന്നുമില്ലാൻ സമ്മതിക്കില്ല. കാരണം നമ്മുടെ ദൈവത്തിന്, നമ്മൾ ഉണ്ടാക്കുന്ന ദൈവത്തിന് നമ്മുടെ അതേ സ്വഭാവമാണ്. ശരിക്കും സംഭവിക്കുന്നത്, ദൈവം ആദിയിൽ തൻ്റെ സ്വരൂപത്തിൽ സദൃശത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ ഇന്ന് മനുഷ്യൻ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തെ ഉണ്ടാക്കി ആ ദൈവത്തോട് നിലവിളിയാണ്. അന്നുണ്ടായിരുന്ന അതേ വിഗ്രഹാരാധന, ഇഷ്ടമുള്ള രീതിയിൽ ദൈവങ്ങളെ മെനഞ്ഞുണ്ടാക്കിയിട്ട് നമ്മൾ അങ്ങനെയല്ല, നമ്മൾ യേശുക്രിസ്തു എന്നുള്ള നാമം ഇടുന്നില്ല. പക്ഷെ നമ്മുടെ അതേ സ്വഭാവമുള്ള, നമ്മളെ അമേരിക്കയിൽ വിടാൻ ആഗ്രഹിക്കുന്ന, നമ്മളെ ധനവാനാക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ രാജ്യം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മളെ ദൈവത്തെ പോലെ ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. അതാര് സൃഷ്ടിച്ച ദൈവമാ? ഞാനൊരു കഥയും കൂടെ പറയാം.
ഞങ്ങളുടെ അടുത്ത് ഇത് നടന്ന കഥയാണേ, തമാശ അല്ല കേട്ടോ, തമാശ പോലെ തോന്നും, പക്ഷെ നിങ്ങൾ നടന്നതായിട്ട് തന്നെ വിശ്വസിക്കണം. ഞങ്ങൾ രാജാക്കാട്ടിൽ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ അടുത്ത് വെള്ളത്തൂൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഉള്ളൊരു അച്ചായൻ്റെ കഥയാണ്. അദ്ദേഹം കുറച്ച് തടി വിറ്റ് കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ സുഹൃത്തുക്കളൊന്ന് പറയുന്നത്, എൻ്റെ അച്ചായ എന്നാലും 40,000 രൂപ കിട്ടേണ്ട തടി അച്ചായൻ 20,000 രൂപയ്ക്ക് വിറ്റല്ലോ, ഭയങ്കര നഷ്ടമായി പോയി. നമ്മളെന്തെങ്കിലും വിറ്റ് കഴിഞ്ഞ് ഇവർ വരുള്ളൂ, അതിനുമുമ്പ് വരികയില്ല. അപ്പോൾ ഈ പുള്ളിക്ക് ഭയങ്കര വിഷമമായി പോയി. 20,000 രൂപ പോയാലും അന്നത്തെ 995 കാലഘട്ടം, അന്ന് 20,000 എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. പുള്ളി ഉടനെ പറഞ്ഞു, ഈ തടിയും കൊണ്ട് പോയവനെ വിളിച്ചു, ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അതെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു ആ തടി വിൽക്കരുത്, അത് തിരിച്ചു വാങ്ങിച്ചോണം, നീ വന്നാൽ തടി തിരിച്ചു കൊണ്ടുവന്നിട്ട് 20,000 രൂപ കൊണ്ടുപോകണം പറഞ്ഞു. അപ്പോൾ അവൻ ഹിന്ദു കത്തോലിക്കനായിരുന്നു. അവൻ പറഞ്ഞു, അതെ ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞത് അവൻ പിന്നെയും തിരിച്ചു വരും, ഈ പൈസ ചോദിച്ചുകൊണ്ട് ഒരു കാരണവശാലും തിരിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞേക്കുന്നു. നമുക്കിഷ്ടമുള്ളത് എന്താണോ അത് തിയോളജിയിൽ പറയുന്നത് ഇൻകർവേറ്റസ് ഇൻസെ എന്നാണ്. നമ്മൾ ദൈവത്തെ അന്വേഷിച്ചാൽ വളഞ്ഞേ പോകുള്ളൂ, വളഞ്ഞു പോയാൽ നമ്മുടെ അടുത്തോട്ട് തന്നെ വരുള്ളൂ. അത് അങ്ങനെ തന്നെയാണത്. നമ്മൾ ദൈവത്തെ അന്വേഷിച്ച അവസാനം നമ്മുടെ അടുത്ത് നമ്മുടെ സ്വഭാവമുള്ള ഒരാളെ കണ്ടുപിടിക്കും. എന്നിട്ട് വിടുതൽ വരുന്നില്ല. വിടുതൽ വരാൻ കാരണം അങ്ങനെ ദൈവം ഇല്ല, നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സങ്കല്പമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത്, നന്മ ചെയ്യുന്നവൻ ഒരുത്തം പോലുമില്ല, നീതിമാൻ ആരുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. ഉണ്ടോ? നിങ്ങളൊന്നും ഇപ്പം മിണ്ടാതായി, നേരത്തേക്ക് എന്നോട് മിണ്ടുമായിരുന്നു. ഇനി താഴോട്ട് വായിച്ചു നോക്കിയേ, 18-ാം വാക്യം നോക്കിയേ. അവരുടെ ദൃഷ്ടിയിൽ ദൈവ ഭയമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ എന്തില്ല? ദൈവത്തോടുള്ള ബഹുമാനമില്ല, ദൈവത്തെ ആരും അറിയുന്നില്ല, ദൈവത്തെ ആരും അന്വേഷിക്കുന്നില്ല. സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവരെന്ന് കൈവക്കി. ഒരാൾ കൈവക്കി. അടുത്തത് മുമ്പോട്ട് പോകാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമേ. അടുത്തത് ഈ 19-ാം വാക്യം. അപ്പൊ ഇത്ര നേരം പൗലോസ് ഭയങ്കര ക്രൂരമായിട്ടാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം പോക്കാണ്. യഹൂദ, പെന്തക്കോസുകാരാ, നിനക്ക് എന്തേലും വിശേഷതയുണ്ടോ? അപ്പൊ ഇന്ന് പൗലോസ്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു 2021 പൗലോസ് സംസാരിക്കുന്നതെങ്കിൽ എങ്ങനെ പെന്തക്കോസുകാരോട് സംസാരിക്കുമെന്നുള്ള എൻ്റെ ഒരു അനുമാനമായിരുന്നത്. കാരണം നിങ്ങൾ കേട്ട് സമാധാനമായില്ലേ? അതിതാണ്. അതായത് പൗലോസ് ഇങ്ങനെ പറയുള്ളൂ, ക്രിസ്തു ഇല്ലാത്ത നിങ്ങളെല്ലാവരും സ്വന്തം ദൈവങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. അടുത്തത്, ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്ന അറിയുന്നു. അങ്ങനെ ഏതുവായും അടഞ്ഞ് സർവലോകവും ദൈവത്തിന്റെ സന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആകെ മറ്റുള്ളവർ നീതി ഇല്ലാത്തവർ നമ്മൾ നീതിമാന്മാരാന്ന് പറയുന്നത് നമ്മൾ വിശ്വാസികളാണ്. അന്ന് യഹൂദന്മാരാ. ഇപ്പം ഈ ന്യായപ്രമാണത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ യഹൂദന്മാരുടെ വായടഞ്ഞു. നിങ്ങളുടെ വായടഞ്ഞോ? നിങ്ങളുടെ വായടയ്ക്കാൻ വേണ്ടി ഇത്ര നേരം പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. എത്ര പേരുടെ വായടഞ്ഞു? നീതിമാനെന്ന് ഉള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്ക്. നീതിമാൻ ആരുമില്ല. ഇനി നോക്കാം. അങ്ങനെ ഏത് വായു അടഞ്ഞു? അപ്പം നമ്മുടെ വായടഞ്ഞപ്പം എല്ലാവരുടെയും വായടഞ്ഞു. കാരണം നമ്മളായിരുന്നു ഉള്ളതിൽ ഭേദം. നമ്മളൊന്നും അല്ലെന്ന് മനസ്സിലായതോടുകൂടി ലോകത്തിൽ സകലരുടെയും വായടഞ്ഞു. എന്നിട്ട് എന്തിനു വേണ്ടിയാണെന്നറിയോ? അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവലോകവും ദൈവത്തിന്റെ സന്നിധിയിൽ ശിക്ഷായോഗ്യരായി തീരേണ്ടതിന് തന്നെ, ശിക്ഷായോഗ്യരായി മാറേണ്ടതിന് തന്നെ. ഇത് ഞാനൊരു എക്സാമ്പിൾ പറയാം. നല്ല മനുഷ്യരെല്ലാം സ്വർഗത്തിൽ പോകുന്നു, ചീത്ത മനുഷ്യരെല്ലാം നരകത്തിൽ പോകുന്നു വിചാരിച്ചോ? അപ്പം ഞാനും എൻ്റെ കൂടെ തൊടുപുഴയിൽ നിന്ന് വന്ന ബ്രദറാണ് ജിജോ ബ്രദർ, അവിടെ ഇരിപ്പുണ്ട്. സാം ബ്രദർ, ഞങ്ങൾ സുഹൃത്തുക്കളാണ്, സഹോദരങ്ങളാണ്. ജിജോ ബ്രദറിനെ എക്സാമ്പിളായിട്ട് എടുക്കാം. സാം ബ്രദറിനെ ചിലപ്പോൾ നിങ്ങൾ പിന്നെയൊക്കെ കാണുമായിരിക്കും, അതുകൊണ്ട് വേണ്ട. ഞാനിങ്ങനെ നല്ല മനുഷ്യനായതുകൊണ്ട് സ്വർഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിജോ ബ്രദർ അത്രയൊന്നും നല്ല ആളല്ല. പുള്ളിക്ക് ഇത്തിരി ഊശാന്താടിയൊക്കെ ഉള്ളതുകൊണ്ട്, ക്ലീൻ ഷേവ് ചെയ്യാത്തതുകൊണ്ട്, അങ്ങനെയൊക്കെയല്ലേ, ഫുൾ സ്ലീവ് ഒന്നും ഇടാത്തതുകൊണ്ട് പുള്ളി നരകത്തിലോട്ട് പോകുമെന്ന് വിചാരിച്ചോ? അപ്പം ഞാൻ സ്വർഗത്തിലേക്കും പുള്ളി നരകത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുക. ഒരു എക്സാമ്പിൾ ശരിയായില്ല, അത് പോരാ, വേണ്ട, പുള്ളിയെ വിട്ടേക്കുന്നു, വേറെ ആൾ എടുക്കാം. ഓക്കെ. അപ്പം ഞാൻ സ്വർഗത്തിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ പറയാണ്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ മര്യാദയ്ക്ക് ജീവിക്കണം, കള്ളും കുടിച്ചും തോന്നിയവാസം വൃത്തികേട് കാണിച്ച് ജീവിച്ചോണ്ടല്ലേ ഇങ്ങനെ ആയത്, മോഷ്ടിച്ചും ബഹളം വെച്ചും നാട്ടുകാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി. അങ്ങനൊന്നല്ല കേട്ടോ, ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്.
ആയോണ്ടല്ലേ നരകത്തിൽ പോയത്. നല്ലപോലെ ജീവിച്ചാൽ നീ സ്വർഗത്തിൽ പോലായിരുന്നോ, എന്നെ പോലെ ആയാൽ പോരായിരുന്നോ? ഇന്നങ്ങനെയല്ലേ ആൾക്കാർ പ്രസംഗിക്കുന്നത്. എന്നെ നോക്ക്, കേട്ടിട്ടില്ലേ അത്? കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എന്നെ നോക്ക്. ചില ആൾക്കാർ സ്റ്റേജിൽ നിന്ന് പറയാറുണ്ട്, നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും നരകത്തിൽ പോകും. അപ്പൊ പാസ്റ്ററോ, ഞാൻ വിശുദ്ധ ജീവിതമാണ് നയിക്കുന്നത്, അപ്പൊ സ്വർഗത്തിൽ പോകാൻ ആരെ പോലെ ആയാൽ മതി? അപ്പൊ നിങ്ങളുടെ പുതിയ ക്രിസ്തു ആരാ? എന്തെല്ലാം മായങ്ങളല്ലേ. അപ്പൊ ഞാൻ നല്ലവനായിട്ട് സ്വർഗത്തിലോട്ട് പോകുന്നു. അപ്പൊ കർത്താവിനോട് ചോദിക്കുകയാണ്, ഈ ജിജോ ചോദിക്കുകയാണ്, ഇവനെ സ്വർഗത്തിലോട്ടും എന്നെ നരകത്തിലോട്ടും കൊണ്ടുപോയത് എന്ത് നീതിയാണ്? കാരണം സങ്കല്പം കേട്ടോ, ഞങ്ങളെ പേര് മാത്രമേ എടുത്തിട്ടുള്ളൂ, സാഹചര്യങ്ങളൊക്കെ വേറെയാണ്. ഇയാളൊരു വീട്ടിൽ, നല്ല വീട്ടിൽ ജനിച്ചു, അപ്പനും അമ്മയും നല്ലപോലെ പഠിപ്പിച്ചു, നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു, ഇവൻ നല്ലവനായിട്ട് ജീവിച്ച് സ്വർഗത്തിൽ പോകുന്നു. ഞാൻ തെരുവിൽ വളർന്നു, ചെറുപ്പത്തിലെ അനാഥനായിട്ട് ആൾക്കാർ എന്നെ തെരുവിൽ വിട്ടിരുന്നു, അവിടെ കഞ്ചാവ് അടിക്കുന്നവരെ ഡ്രഗ് അഡിക്റ്റിൻ്റെയും കൂടെ താമസിച്ചു. അവസാനം ഞാനതാ പഠിച്ചത്. എൻ്റെ വീട്ടിൽ അയാളും, അയാളുടെ വീട്ടിൽ ഞാൻ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ നല്ലവനും, ഇയാൾ ചീത്തയുമാകുകയും ഞാൻ സ്വർഗത്തിൽ പോകും, ഇയാൾ നല്ലവനായിട്ട് അല്ല, ഇയാൾ നരകത്തിൽ പോവുകയും ചെയ്യില്ലായിരുന്നോ? നിങ്ങൾക്ക് മനസ്സിലായോ? കഥ മനസ്സിലായോ? ഈ ബാംഗ്ലൂരിലെ തെരുവിലൂടെ നടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരില്ല, അവർ നമ്മുടെ വീട്ടിൽ ജനിച്ചായിരുന്നെങ്കിലോ, ഒരു നല്ല വീട്ടിൽ ജനിച്ചിരുന്നെങ്കിലോ അവരുടെ സ്വർഗത്തിൽ പോകണ്ട. അപ്പം നല്ല പ്രവൃത്തികൾ ഉണ്ടാകുന്നതിന് നമ്മൾ മാത്രമല്ല കാരണം, നമ്മുടെ ജീവിത സാഹചര്യങ്ങളും കാരണമാണ്. അപ്പം കർത്താവിനോട് ഇദ്ദേഹത്തിന് ചോദിച്ചുകൂടെ, അനീതിയല്ലേ, എന്നെ എന്തുകൊണ്ടാണ് ഒരു നല്ല വീട്ടിൽ ജനിപ്പിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് എൻ്റെ പേരൻസിൻ്റെ സ്നേഹം എനിക്ക് കിട്ടാഞ്ഞത്? അതുകൊണ്ടല്ലേ ഞാൻ ആരെ സ്നേഹിക്കാത്ത ഒരു ദുഷ്ടനായി മാറിയത്? എന്തുകൊണ്ടാണ് ട്രോമയുള്ള, അടി കിട്ടുന്ന, അബ്യൂസ് ചെയ്യുന്ന വീട്ടിൽ ഞാൻ ജനിച്ചത്? എന്തുകൊണ്ടാണ് ഒരു വാത്സല്യമില്ലാത്തൊരു വീട്ടിൽ ഞാൻ ജനിച്ചിട്ട് എനിക്ക് ആരോടും വാത്സല്യമില്ലാതെ ഞാൻ ഇങ്ങനെ ആയിപ്പോയത്? ഇവനെ നീ സ്വർഗത്തിലും എന്നെ നരകത്തിലും വിടുന്നത് മോശമല്ലേ? അല്ലെങ്കിൽ എനിക്കൊരു ചാൻസ് തരണ്ടേ? ആ വീട്ടിൽ എന്നെ ജനിപ്പിച്ചിട്ട് ഇയാളുടെ അടുത്ത് ജനിപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് നോക്കിയിട്ട് ഒരേ എക്സാം ഇടണ്ടേ? അപ്പൊ കർത്താവ് എന്ത് മറുപടി പറയും? കർത്താവ് പറയും, മോനെ, നീ എന്തായാലും നരകത്തിലോട്ടാണ് പോകുന്നത്. ഇവൻ വിചാരിക്കുന്ന സ്വർഗത്തിലോട്ട് പോകുന്നതാണ്. ഇവനും പാപിയാണ്, എല്ലാം ഒരുപോലെ നരകത്തിലേക്കാണ്. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. സകല ജഡവും ഒരുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ശിക്ഷായോഗ്യരാക്കാൻ വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തത്? ഈ നീതിയുടെ നിലവാരം ഉയർത്തിയത്. മനസ്സിലായോ? ഞാൻ ചാടിയാലും ചാടാൻ പറ്റത്തില്ല, ജിജോ ബ്രദർ ചാടിയാലും ചാടാൻ പറ്റത്തില്ല, ഈ ലോകത്തുള്ള ആര് ചാടിയാലും ചാടാൻ പറ്റാത്തത്ര ഉയരത്തിൽ ദൈവത്തിന്റെ നീതി ദൈവം വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് മാത്രം അഡ്വാൻറ്റേജ് ആയിട്ട് മാറാതെ എല്ലാവരും ഒരുപോലെ പാപികളെന്ന് ഡിക്ലെയർ ചെയ്യപ്പെടാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ നീതിയല്ലേ അത്? എന്നിട്ട് കർത്താവ് പറയാണ്, മോനെ വിഷമിക്കണ്ട, അവനും നരകത്തിലേക്കാ, നീയും നരകത്തിലേക്കാ, സകല ജനവും നരകത്തിലേക്കാ, പക്ഷേ വിശ്വസിച്ചാൽ നിന്നെ ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോവാം. അപ്പൊ ദൈവം നീതിമാനാണോ? ഇങ്ങനെയല്ലേ ദൈവത്തിന് നീതിമാനാകാൻ പറ്റുള്ളൂ. കർത്താവ് പറയാണ്, നിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുന്നില്ല, നിന്റെ പ്രവൃത്തികൾ നോക്കുന്നില്ല, നിന്നെ തന്നെ നോക്കുന്നില്ല, നീ ഇന്ന് വിശ്വസിച്ചാൽ. അപ്പം പൗലോസ് ആദ്യം പറഞ്ഞില്ലേ, യവനനെയും യഹൂദനെയും രക്ഷിക്കാനുള്ള ശക്തി എന്തിനുണ്ട്? ദൈവത്തിന്റെ നീതിക്കുണ്ട്. കാരണം ഒരു മനുഷ്യനും ഈ നീതിയുടെ അടുത്തേക്ക് സ്വന്തമായിട്ട് എത്താൻ പറ്റാത്തത് കൊണ്ട് സകലരും പാപികൾ. മനസ്സിലായോ? എന്നിട്ട് ദൈവം എന്ത് ചെയ്യുന്നു? അടുത്ത വാക്യത്തിൽ പറയാണ്, അങ്ങനെ ഏതു വായും അടഞ്ഞ സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതിന് തന്നെ അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. അപ്പം ന്യായപ്രമാണം നമ്മളെല്ലാം എന്താ പഠിപ്പിച്ചത്? നമ്മളെല്ലാവരും പാപികളാണ്, ഒരുപോലെയാണ്. ഈ നമ്മുടെ ഇടയിൽ വെളുത്തവരും കറുത്തവരും ഉണ്ടല്ലേ? ഉണ്ടോ? നിങ്ങൾക്ക് വെളുത്തവരാണ് കറുത്തവരാണ് ഇഷ്ടം? എല്ലാം ഒരേപോലെ അല്ലേ? അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ചിലത് വെളുത്ത ചിലത് കറുത്തതാണ്. പക്ഷെ നിങ്ങൾ സായിപ്പന്മാരൊന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരുപോലെയാണ് കാണുന്നത്. കാരണം അവർ നോക്കുമ്പോൾ നമ്മളെല്ലാം ഒരേ കളറാണ്. അവർക്ക് എത്ര വൈറ്റോ, എവിടെ വൈറ്റ് എന്ന് ചോദിക്കും, കാരണം അവരാ വൈറ്റ് അല്ലേ? ശരിയല്ലേ? അതുപോലെ നമ്മൾ നോക്കുമ്പോൾ അവൻ കൊള്ളാൻ കേട്ടോ, ഇവൻ കൊള്ളാൻ കേട്ടോ എന്നൊക്കെ തോന്നും. പക്ഷെ കർത്താവ് നോക്കുമ്പോൾ എല്ലാം ഒരേപോലെയാണ്. നമ്മുടെ സ്വഭാവത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ജീനിന്റെയും നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളുടെയും വ്യത്യാസമല്ലാതെ എല്ലാവരുടെ ജഡം ആദമിന്റെ ജഡം തന്നെയാണ്. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് ആരെ തേടി വന്നതാണ്? രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാതെ നരകത്തിലേക്ക് പോകുന്ന പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്ന നമ്മളെയാണ് കർത്താവ് രക്ഷിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം എന്താ ചെയ്തത്?
ഓക്കെ, നമ്മുടെ സ്വഭാവം കൊണ്ട് അനുസരിക്കാൻ പറ്റാത്ത സ്വഭാവം എവിടെ നിന്ന് വന്നതാ? ഈ ബോഡിയിൽ നിന്ന് വന്നതാ അല്ലേ, പ്രാണനിൽ നിന്ന് വന്നതാ. നമ്മൾ ഇത്രയും നാളും ആർജിച്ചെടുത്തതാ. അപ്പോൾ ആർജിച്ചെടുത്ത സ്വഭാവം കൊണ്ട് അനുസരിക്കാൻ പറ്റാത്ത ഒരു നീതി സുവിശേഷത്തിലൂടെ വെളിപ്പെട്ടു വന്നു. മനസ്സിലായോ? ഞാൻ ആർജിച്ചെടുത്ത എൻ്റെ പേരൻറ്റേജ് കൊണ്ടോ എൻ്റെ ബ്രിങ്ങിങ് അപ്പ് കൊണ്ടോ എൻ്റെ ട്രെയിനിങ് കൊണ്ടോ എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നൊരു നീതി വെച്ചിരുന്നെങ്കിൽ ദൈവത്തിന് അനീതിയായി പോകുമായിരുന്നു. കാരണം എല്ലാവർക്കും ഒരുപോലെ അല്ല ഈ ലോകത്ത് അവസരങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് ഒരു നീതി വെച്ചു. അപ്പം എൻ്റെ ജഡത്തിന് അത് നേടാൻ സാധിക്കാത്തൊരു നീതി വെച്ചിട്ട് പറഞ്ഞു, വിശ്വസിച്ചാൽ നിന്നെ എല്ലാം ഞാൻ അപ്പുറത്ത് കടത്തിത്തരാം. അപ്പം രക്ഷിക്കുന്ന ആരാ? കർത്താവ്. അപ്പോൾ ഇത്രയും വലിയ നീതി കൊടുക്കാനുള്ള കാരണം എന്താ? ഞാനൊരു ഉദാഹരണം പറയാം. 9 മണിയാകുമ്പോൾ കറക്റ്റ്, എനിക്ക് സമയം ഒരു 5 മിനിറ്റ് പോലും മുമ്പോട്ട് പ്രസംഗിക്കുന്ന ഇഷ്ടമില്ലാത്ത ആളാണ്. കൃത്യമായിട്ട് നമുക്ക് പുതിയ നിയമത്തിലെ പല ഉപദേശങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ തോന്നുന്നേ, നിന്റെ സ്വത്ത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക അല്ലേ, ചെയ്തവര് കണ്ണിടർച്ച വരുന്നുണ്ടെങ്കിൽ ചൂടിനെടുത്ത് എറിഞ്ഞ് കളഞ്ഞവര് നിന്റെ പുതപ്പ് ഉപയോഗിക്കുന്ന ഉടുപ്പും കൂടെ കൊടുക്കുക. അതൊക്കെ കൊടുക്കാൻ പറ്റും, കാരണം ഇഷ്ടംപോലെ പുതപ്പ് ഉടുപ്പ് ഇന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചു, നിങ്ങളുടെ മൊബൈൽ ഫോൺ ചോദിക്കുന്നവന് അതിൻ്റെ ചാർജറോടെ കൊടുത്തു വിടുക. ചോദിക്കുന്നവനല്ല, വ്യവഹരിച്ച് തട്ടിയെടുക്കാൻ നോക്കുന്നവന് എന്നാൽ മോനെ ചാർജറോടെ കൊണ്ടുവെക്കുന്നവന്, കാർ ഓടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നവന് അതിൻ്റെ ലൈസൻസും RTOയുടെ പേപ്പർ എല്ലാം കൊടുത്ത് ഇതാ കൊണ്ടുവെക്കുന്നു, NOC എഴുതി കൊടുക്കുക. ചെയ്തവര് കർത്താവ് പറഞ്ഞ ഒരു കൽപ്പന ആരും അനുസരിച്ചിട്ടില്ല പുതിയ നിയമത്തിൽ. നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ ബാഗ് എടുക്കരുത്. 2 ബാഗ് ഇട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ചെരുപ്പിടരുത്. ചെരുപ്പ് ഇപ്പം ഇട്ടിട്ടില്ല, പക്ഷെ ചെരുപ്പിട്ടോണ്ടാ വന്നേ. ബൈബിളിലേക്ക് നോക്കി നമ്മൾ പേടിച്ചു, ഒരൊറ്റ കൽപ്പനയോട് അനുസരിച്ചിട്ടില്ല. നിന്റെ സ്വത്തെല്ലാം വീട്ടിൽ ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിച്ചു. ചെയ്ത ആരെങ്കിലും ഉണ്ടോ ബാംഗ്ലൂർ പട്ടണത്തിൽ? നമ്മൾ എങ്ങനെ സ്വർഗത്തിൽ പോകുന്നു വിചാരിച്ചോണ്ടിരിക്കുക? യേശു കർത്താവ് പറഞ്ഞ ഒരൊറ്റ കൽപ്പന പോലും അനുസരിച്ചിട്ടില്ല. എന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് ഒരു ധനവാനായ ഒരു പയ്യൻ വന്നു, യൗവനക്കാരൻ വന്നിട്ട് കർത്താവിൻ്റെ ചോദിച്ചു, ദൈവരാജ്യത്തിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവിനെ കൽപ്പനകളെല്ലാം അനുസരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാം അനുസരിച്ചിട്ടുണ്ടെന്നു. അപ്പോൾ നിനക്ക് ഒരു കുറവുണ്ട്, നീ നിന്റെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. അപ്പോൾ അവന് ഭയങ്കര സമ്പത്തുള്ളവനായതുകൊണ്ട് അവൻ ദുഃഖിച്ച് കടന്നുപോയി. പോയി കഴിഞ്ഞ ശേഷം യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാളും എളുപ്പം ഒട്ടകം സൂചിക്കൊടിലൂടെ കിടക്കുന്നതാണ്. സൂചിക്കൊടി സങ്കല്പിച്ച് നോക്കി നിങ്ങൾ, അതിലൂടെ ഒരു നൂല് കടത്തുന്ന സങ്കല്പിച്ച് ഇനി ഒട്ടകം കടന്നു പോകുന്ന ആലോചിക്കേ. ശരി, അങ്ങനെ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറയാണ്, ഇങ്ങനെ ആയാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് സാധിക്കും? അപ്പം ശരിക്കും ശിഷ്യന്മാർ വിചാരിച്ചത് ധനവാന്മാരെല്ലാം പോക്കാന്നല്ല. ധനവാൻ ഒട്ടകമാണെന്ന് വിചാരിച്ചോ? നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു പൂച്ചയെങ്കിലും ആണല്ലോ അല്ലേ, പാറ്റയെങ്കിലും ആണല്ലോ, ഒരു കട്ടനുറുമ്പെങ്കിലും ആണല്ലോ. കട്ടനുറുമ്പല്ല, കട്ടുറുമ്പ് എങ്കിലും ആണല്ലോ. ഇതൊന്നും ഈ സൂചിക്കൊടിലൂടെ കയറില്ല. ശിഷ്യന്മാർക്ക് മനസ്സിലായി ഇത് നമ്മുടെ പരിപാടി നടക്കുന്ന പരിപാടിയല്ല. ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, ഇങ്ങനെ ആയാൽ ആര് രക്ഷിക്കപ്പെടുമെന്നാ? ഈ ധനവാന്റെ കാര്യമായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ചർച്ച പണിയുന്നതായിരുന്നു അവർ ചോദിക്കുമായിരുന്നുള്ളൂ. പക്ഷെ അതല്ല അവിടുത്തെ പ്രശ്നം. ഒരുത്തനും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ കർത്താവ് പറയണം, മനുഷ്യരാൽ അത് അസാധ്യം. ഈ മനുഷ്യരുടെ യാതൊരു ഫാക്കൽറ്റിയാലും രക്ഷപ്പെടാൻ അസാധ്യം, എന്നാൽ ദൈവത്താൽ സകലതും സാധ്യം. അപ്പൊ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളല്ല, സകലതും സാധ്യമാക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ആരാധിക്കാൻ വരുമ്പോൾ നമ്മൾ പറയുന്ന കഴിഞ്ഞ ആഴ്ച നടത്തിയ ദൈവം എന്നല്ല, എന്നെ കൊണ്ട് അസാധ്യമായ ഒരു രക്ഷ എനിക്ക് തരാൻ വേണ്ടി എനിക്ക് പകരക്കാരനായി കാൽവരി ക്രൂശിൽ മരിച്ച് എന്നെ രക്ഷിച്ച ദൈവം എന്ന് ദൈവത്തെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ പുതിയ നിയമ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ പാഠം 1 മനുഷ്യൻ പോക്കാണ് എന്ന് മാത്രമല്ല, 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ വിചാരിച്ചാലും തീരുമാനമെടുത്താലും ഉപവാസം എടുത്താലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. 7-ാം അധ്യായം അങ്ങനെ പറയുന്നത്. കാരണം ബുദ്ധി കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ പ്രമാണത്തെ എത്ര സ്നേഹിച്ചാലും എൻ്റെ ശരീരം അതിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. എനിക്ക് ആഗ്രഹമുണ്ട് അവനോട് ക്ഷമിക്കണമെന്ന്, പക്ഷെ എൻ്റെ ശരീരം സമ്മതിക്കുന്നില്ല. ശരീരം ഒരുത്തൻ്റെ കർണക്കുറ്റിക്ക് അടിക്കുകയാണ്. എനിക്ക് അവനോട് ക്ഷമിച്ച്, മോനെ സാരമില്ല മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് എന്താ ഐ ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ ശരീരം പറയുന്നത് പൊട്ടിക്കടാ തിരിച്ചെന്ന്. അതിൻ്റെ ഹോർമോണാണ് വരുന്നത്, അഡ്രിനാലിൻ. അത് വരുമ്പോഴേക്കും ഇതൊക്കെ എറിഞ്ഞ് പൊട്ടിക്കാനാണ് തോന്നുന്നത്. എനിക്ക് അഡ്രിനാലിൻ വരുമ്പോൾ അങ്ങനെ ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് ഈ സൈക്കാട്രിസ്റ്റുകളൊക്കെ പറയുന്നത്, ചാക്കിനകത്ത് മണൽ നിറച്ചിട്ട് അമ്മായിയമ്മയുടെ പേര് എഴുതി വെച്ചിട്ട് ഇടിച്ച് ക്രോധം മുഴുവൻ കളയാൻ പറയുന്നത്. കാരണം അത് അഡ്രിനാലിൻ, അത് കളഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ ഹാർട്ട് അടിച്ചു പോകും.
നമ്മുടെ ശരീരത്തിനകത്ത് വരുന്ന ഈ ഹോർമോൺ കാരണം, അത് തന്നെ പൗലോസ് എടുത്തു പറയുന്നുണ്ട്, അവയവങ്ങളിലൂടെ വ്യാപരിക്കുന്ന ശക്തി കാരണം നമ്മൾ എത്ര തീരുമാനം എടുത്താലും നന്നാവില്ല. ശരിക്കും വേദപുസ്തകം പറയുന്നത് എന്നാണെന്നറിയോ? നീ പാപങ്ങളെ വിട്ട് വേർതിരിയാനാണ് പഴയ നിയമത്തിൽ പറയുന്നത്. പുതിയ നിയമത്തിൽ പറയുന്ന മാനസാന്തരം അതല്ല. പുതിയ നിയമത്തിൽ പറയുന്ന മാനസാന്തരം, കർത്താവേ ഇന്ന് വരെ ഞാൻ പാപിയായിരുന്നു, ഇനിമേൽ മര്യാദയ്ക്ക് ജീവിച്ചോളാം. നോ, നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല. നിങ്ങൾ മാനസാന്തരപ്പെടണം. ഇങ്ങനെ പറയണം, കർത്താവേ ഞാൻ പാപിയാണ്, എനിക്ക് രക്ഷപ്പെടാനും പറ്റത്തില്ല, ഞാൻ പോക്കാണ്, അതുകൊണ്ട് നീ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് എൻ്റെ കഴിവിനെ തന്നെ ഞാൻ വിട്ടിട്ട് പറയുകയാണ്, കർത്താവേ നീ വിചാരിച്ചില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടൂല, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് എൻ്റെ ശക്തിയിൽ നിന്ന് ഞാൻ ക്രിസ്തുവിൻ്റെ ശക്തിയിലേക്ക്, രക്ഷിക്കാനുള്ള ശക്തിയിലേക്ക് ഞാൻ നോക്കുന്നതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഇത്രയും മതിയല്ലേ ഇന്നത്തേക്ക്? അപ്പോൾ എന്തൊക്കെ മനസ്സിലായി ഇന്ന്? നമ്മളെല്ലാം പോക്കാണ്. നമ്മൾ വിചാരിച്ചാലും നമ്മൾ നന്നാവില്ല. എത്ര മെലിഞ്ഞാലും, ഞാൻ മെലിയാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, അത്രയും ജയിക്കാറില്ല. മെലിഞ്ഞാലും സൂചിക്കുഴിലൂടെ കയറില്ല. നിങ്ങൾ രാവിലെ തൊട്ട് പട്ടിണി വരെ നിങ്ങളുടെ അസ്ഥി കൂടെ ഒരു വിരലിൻ്റെ എല്ല് പോലും സൂചിക്കുഴിലൂടെ കയറില്ല. അത്ര ഇടുക്കുവഴിയാണ് ദൈവരാജ്യത്തിലേക്കുള്ള വഴി. പക്ഷെ അതിലേക്ക് കടത്തിവിടാൻ ദൈവത്തിന് പറ്റും. നമ്മൾ അതിലേക്ക് കടക്കും. അതാണ് നമ്മുടെ വിശ്വാസം. കർത്താവ് എന്നെ അപ്പുറത്ത് കടത്തിയിരിക്കണം. ദൈവത്തിൻ്റെ കഴിവാണത്. എത്ര പേര് വിശ്വാസമുണ്ട് ദൈവത്തിന് കഴിയുമെന്ന്? നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ മാത്രം കഴിവാണ്. അവൻ്റെ കൃപ നമുക്ക് സൗജന്യമായി ലഭിച്ചിരിക്കുന്നു. 22-ാം വാക്യം പറയുന്നത്, 23-ാം വാക്യം വായിക്കാം, 23, 24 അതോട് വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവൻ്റെ കൃപയാൽ, 23-ാം വാക്യം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദയസില്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ട് അത്രയും നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ ദൈവം നമ്മളെ നീതീകരിക്കാൻ വേണ്ടി ദൈവം നടത്തിയ ഓപ്പറേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ നാളെ വിശദീകരിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങൾക്ക് സമാധാനമായ ഉറക്കം തരട്ടെ. രക്ഷിക്കപ്പെട്ടവർക്കെല്ലാം കർത്താവിനെ രക്ഷയോർത്ത് സ്തോത്രം ചെയ്യാം. നമുക്കൊരു നിമിഷം കണ്ണടച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് അവനെ ആരാധിക്കാം. എങ്ങനെയാണ് സ്തോത്രം ചെയ്യുന്നത്? കണ്ണടയ്ക്കാൻ നമുക്ക് ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ ഓർക്കാം, സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്കായി മരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സ്നേഹിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവ് ഈ താഴ്ന്ന ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത്, ഞങ്ങൾ അടികൊള്ളേണ്ട സ്ഥാനത്ത് ആ അടി മുഴുവൻ കർത്താവ് അവിടുന്ന് കൊണ്ടു. ഞങ്ങൾ അനുഭവിക്കേണ്ടിയിരുന്ന ശാപശിക്ഷ മുഴുവൻ അവിടുന്ന് അനുഭവിച്ചു. ഞങ്ങൾ മരിക്കേണ്ട ശാപമരണം അവിടുന്ന് കാൽവരി ക്രൂശിൽ മരിച്ചു. ഞങ്ങളുടെ സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുവാൻ അവിടുത്തെ രക്തം മുഴുവൻ ഞങ്ങൾക്കായി പകർന്നു വന്നു. അവിടുത്തെ ശരീരം ഞങ്ങൾക്ക് ജീവന്റെ പുതുവഴിയായി തകർക്കപ്പെട്ടു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മരിക്കേണ്ട, ഞങ്ങളായിരുന്നു പാപികൾ, ഞങ്ങളായിരുന്നു ശിക്ഷിക്കപ്പെടേണ്ടവർ. കർത്താവെ, ആ ശിക്ഷ മുഴുവൻ അങ്ങയുടെ മേലായി ഞങ്ങൾക്ക് പകരക്കാരനായി അങ്ങ് കാൽവരി ക്രൂശിൽ മരിച്ചു. ഞങ്ങളുടെ ശിക്ഷാവിധി എടുത്തു കളഞ്ഞു. അവിടുന്ന് മരിക്കുമ്പോൾ എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, അത്ര വലിയ മരണത്തിലൂടെ, അത്ര വലിയ വേദനയിലൂടെ എന്നെ രക്ഷിക്കുവാൻ അങ്ങേക്ക് കരുണ തോന്നിയതിനായി, എൻ്റെ ശിക്ഷാവിധി എടുത്തു കളയുവാൻ അങ്ങേക്ക് കരുണ തോന്നിയതിനായി, കർത്താവ് എന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ അങ്ങേ കരുണ തോന്നിയതിനായി, ഇനി ഞാൻ നരകത്തിൽ പോകണ്ടാത്ത ആ രക്ഷയിലേക്ക് എന്നെ കടത്തിവിടുവാൻ അവിടുന്ന് ആ വഴി തുറന്നു തന്നതിനായിട്ട് ഞാൻ എനിക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ രക്ഷ മുഴുവൻ അങ്ങയുടെ ദാനമാണ്, ഒന്നും പുകഴുവാനില്ല. കർത്താവെ, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കുഞ്ഞാട് ആരാധന സ്വീകരിപ്പാൻ യോഗ്യൻ, അറുക്കപ്പെട്ട കുഞ്ഞാട്, ഞങ്ങളെല്ലാം രക്ഷിച്ച കുഞ്ഞാട്, ഞങ്ങളെല്ലാം ദൈവത്തിന് പുരോഹിത വർഗവും രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റിയ കർത്താവെ, അങ്ങേക്ക് സകല യോഗ്യതകൾ ഞങ്ങൾ കരയറ്റുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.